ഹലോ മച്ചുമാരി, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ചില കമന്റുകളെ ഞാനൊരു കാര്യം കണ്ടു. അതായത് കഥയുടെ ഇൻട്രോയിൽ ഞാൻ നിങ്ങൾക്ക് ഒരുപാട് എക്സ്പെക്ടേഷൻ തരുന്നുണ്ട്, അതായത് ഒരുപാട് തള്ളി മറിക്കുന്നുണ്ട്. ആ കാര്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അത് മാറ്റാണ്. ഈ കഥയിൽ എന്താണ് നിങ്ങൾ കാണാൻ പോകുന്നത്, കേൾക്കാൻ പോകുന്നത്, അത് മാത്രമായിരിക്കും ഇനി ഞാൻ പറയാൻ പോകുന്നത്. 1945 കാലഘട്ടത്തിൽ രണ്ടാം ലോക മഹായുദ്ധം നടക്കുമ്പോൾ നാസികൾ ഭരിക്കുന്ന ജർമ്മനിയിലെ ഒരു കാട്ടിലേക്ക് അമേരിക്കക്കാരുടെ ഒരു ഫ്ലൈറ്റ് തകർന്നു വീഴാണ്. വളരെ രഹസ്യ സ്വഭാവമുള്ള ഒരു കാര്യം ആ ഒരു ഫ്ലൈറ്റിൽ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. ഇവരെ തേടിക്കൊണ്ട് രണ്ടാമതൊരു ടീമിനെ നാസികളുടെ ആ ഒരു കാട്ടിലേക്ക് അമേരിക്കൻ പട്ടാളക്കാർ അയക്കുകയാണ്. എന്നാൽ തകർന്നു വീണുപോയ ആ ഒരു വിമാനം തേടിപ്പോയ ആ ഒരു പട്ടാളക്കാർക്ക് വിചിത്രമായിട്ടുള്ള പല കാര്യങ്ങളും നേരിടേണ്ടി വരികയാണ്. എന്താണ് ആ കാര്യങ്ങൾ? അവർ ശരിക്കും ചതിക്കപ്പെട്ടതാണോ, അല്ലെങ്കിൽ ആ കാടായിട്ട് അവരെ ചതിച്ചതാണോ? കഥയിലേക്ക് പോയി തന്നെ നമുക്ക് കേട്ട് മനസ്സിലാക്കാം. സോ പോയല്ലേ കഥയുടെ ഈ മായാ ലോകത്തിലേക്ക്. അഗൈൻ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. വർഷം 1945 അർദ്ധരാത്രിയിൽ ജർമ്മനിയുടെ മുകളിലൂടെ ഒരു അമേരിക്കൻ ഫ്ലൈറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മിലിറ്ററി ഫ്ലൈറ്റ് ആണത്. അതിനുള്ളിൽ എന്തിനും തയ്യാറായ കുറച്ച് പട്ടാളക്കാരുണ്ടായിരുന്നു. കൂട്ടത്തിൽ അവരുടെ ക്യാപ്റ്റൻ ആയിട്ടുള്ള ക്യാപ്റ്റൻ കൊറോസ്കി, അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു മാപ്പും അതുപോലെ തന്നെ ഒരു കറുത്ത ബോക്സും ഉണ്ടായിരുന്നു. എന്താണ് അതിന്റെ ഉള്ളിൽ എന്നറിയില്ല. എന്നാൽ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുന്ന ഈ ഫ്ലൈറ്റിനെ പെട്ടെന്ന് തന്നെ ഒരു കൂട്ടം കാക്കകൾ ആക്രമിക്കുകയാണ്. അധികം വൈകിയില്ല, ആ ഒരു ഫ്ലൈറ്റിന്റെ പല ഭാഗങ്ങളും തകർന്നു പോയി തീ പിടിക്കാൻ തുടങ്ങുകയാണ്. അതിവേഗത്തിൽ ഇതാ ഒരു കാട്ടിലേക്ക് പതിക്കാൻ നിൽക്കുന്ന സമയത്തും ഇതിന് ചുറ്റുമായിട്ട് വല്ലാത്തൊരു പുക, ഒരു കറുത്ത പുക, കാക്കയെ പോലെ തോന്നിക്കെങ്കിലും അത് മറ്റെന്തോ ആണ്. അങ്ങനെ പൂർണ്ണമായിട്ടും ആ ഒരു ഫ്ലൈറ്റ് അവിടെ തകർന്നു വീഴുകയാണ്. ഇങ്ങനൊരു സംഭവം നടന്നാൽ അങ്ങനെ വെറുതെ വിടുന്നില്ലല്ലോ അമേരിക്കൻ പട്ടാളക്കാർ. എന്താണ് ആ ഫ്ലൈറ്റിന് സംഭവിച്ചത്? ഇതറിയാൻ വേണ്ടി തന്നെ 7 അംഗങ്ങളുള്ള ഒരു ടീമിനെ അവരങ്ങോട്ടേക്ക് അയക്കുന്നുണ്ട്. ആ ടീമിന്റെ ക്യാപ്റ്റനാണ് സർജൻ ബ്രേവർ. നല്ല ഒന്നാം തരം ഒരു ലീഡർ തന്നെ. അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു ടീമുമായിട്ട് കാട്ടിന്റെ ഒരു ഭാഗത്തേക്ക് വന്ന് ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഇതേ സമയത്ത് തന്നെ മറ്റൊരു ജീപ്പിൽ മറ്റൊരു പട്ടാളക്കാരൻ വന്നു നിൽക്കുകയാണ്. എന്തായാലും ഈ സർജന്റിന്റെയും മുകളിൽ നിൽക്കുന്ന ആളാ തോന്നുന്നു മേജർ ജോൺസൺ വന്നപാട് തന്നെ കാര്യങ്ങളൊക്കെ എന്തായും ചോദിക്കുമ്പോൾ മിഷൻ അധികം വൈകാതെ തുടങ്ങാൻ പോവാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിലേക്ക് എന്റെ ഒരാളുണ്ട്, ക്യാപ്റ്റൻ മോർഗൻ, അവനെ കൂടെ ചേർത്തെന്ന് പറയണം. പക്ഷെ ഇത് കേട്ട സമയത്ത് മേജർ ബ്രിവർ പറയാണ് അതിന്റെ ആവശ്യമുണ്ട്. ഓൾറെഡി എന്റെ ടീമിൽ ഇപ്പോൾ ഒരു 13 പേരുണ്ട്. ആ കൂട്ടത്തിലേക്ക് ഈ ഒരു നമ്പർ കൂടെ വരികയാണെങ്കിൽ അതത്ര നല്ലൊരു നമ്പർ അല്ല, അത് രാശിയില്ലാത്ത കാര്യമാണ്. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് മേജർ ജോൺസൺ പറയണം, നിന്റെ തമാശയൊക്കെ എനിക്ക് ഇഷ്ടമായി. ഹലോ, ഒരു നിരീശ്വരവാദിയായിരുന്നു നിനക്ക് രാശിയോ? എന്തായാലും നമ്മുടെ ചെറുക്കനെ നീ കൂടെ കൂട്ടിക്കെന്ന് പറഞ്ഞു. എന്തായാലും സർജൻ ബ്രേവറിന് അത് അത്രക്ക് ഇഷ്ടാവുന്നൊന്നുമില്ല. അദ്ദേഹത്തിന് ഒരു പരിപാടിക്ക് പോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റേതായ ആ ഒരു ടീമുമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നതാണ് ഏറ്റവും ഇഷ്ടം. എന്തായാലും ബ്രൂവർ ആ ഒരു ടീമുമായിട്ട് കാട്ടിലേക്ക് നേരെ പോവാണ്. ഇതേ സമയത്ത് തന്നെ മേജർ ജോൺസൺ വന്നിട്ട് അദ്ദേഹത്തിന്റെ ആ ഒരു വാഹനത്തിലിരിക്കുകയാണ്. അതിൽ കണ്ണാടി വെച്ച മറ്റൊരു പട്ടാളക്കാരനുണ്ടായിരുന്നു. ആ പട്ടാളക്കാരനോട് ജോൺസൺ പറയുന്നുണ്ട്, ആ പോയ മുതലുണ്ടല്ലോ സർജൻ ബ്രേവർ, ഒരു വല്ലാത്ത ജാതി തന്നെയാണ്. കണ്ടാൽ ആളൊരു പരിക്കനാണെന്ന് തോന്നെങ്കിലും യുദ്ധമുഖത്തിൽ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഒരാളെ പോലും അദ്ദേഹം മരിക്കാൻ വിടില്ല. അത്രയ്ക്കും തന്റെ ടീമിനെയും ആ ഒരു മിഷന്റെയും കാര്യത്തിൽ അദ്ദേഹം നല്ല ശ്രദ്ധ കൊടുക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മിഷന് സർജൻ ബ്രേവറിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. ഇതേ സമയത്ത് ബ്രേവറും അദ്ദേഹത്തിന്റെ ആൾക്കാരും അങ്ങനെ കാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. കൂട്ടത്തില് നമ്മുടെ ക്യാപ്റ്റൻ മോർഗനുണ്ട്. വേണമെങ്കിൽ നമ്മുടെ കഥയുടെ ഒരു ചെറിയ ഹീറോ എന്ന് വേണമെങ്കിൽ അവനെ പറയാം. അപ്പൊ ക്യാപ്റ്റൻ മോർഗനോട് ചോദിക്കുന്നുണ്ട്, ഇത്രയും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മിഷൻ, അതുപോലെ തന്നെ തകർന്നു പോയ ആ ഒരു വിമാനം, ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഇത്രയും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളെ നിന്നെ ഈ കൂട്ടത്തിലേക്ക് അയക്കണമെങ്കിൽ അതിന് മാത്രം എന്താണോ ആ ഒരു വിമാനത്തിൽ? ഇപ്പൊ ക്യാപ്റ്റൻ മോർഗൻ പറയാണ്, എനിക്കൊരു മിഷൻ കിട്ടിയാൽ ഞാൻ അത് ചെയ്യും. അതിലെന്താണെന്നോ അതെന്തിനാണെന്നോ ഞാൻ ചോദിക്കാൻ നിൽക്കില്ല. ചോദ്യം ചോദിച്ച സർജൻ ബ്രേവറിന്റെ വായ തന്നെ അടപ്പിച്ച് കളയാണ് ആര്? മോർഗൻ. അങ്ങനെ ഇവർ വീണ്ടും കാട്ടിന്റെ ഉള്ളിലേക്ക് തന്നെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇങ്ങനെ നടന്നുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ഇവർ ക്ഷീണിക്കും. ഇതിനേക്കാൾ നല്ല മറ്റൊരു മാർഗമുണ്ട്. ചെറിയൊരു ബോട്ട് റെഡിയാക്കുകയാണെങ്കിൽ ഇവർ പോകേണ്ട വഴിയിൽ കൂടെ ഒരു നദി ഒഴുകുന്നുണ്ട്. അങ്ങനെ ആ ഒരു ബോട്ട് റെഡിയാക്കി എല്ലാവരും ആ ഒരു രാത്രിയിൽ തന്നെ ബോട്ടിലൂടെ അങ്ങനെ തുഴഞ്ഞു പോവാണ്. പിറ്റേ ദിവസം രാവിലെ ഇവർ പോകുന്ന സമയത്ത് അവിടെ തന്നെ ഒരു മരത്തിൽ വിചിത്രമായിട്ടുള്ള ഒരു കാക്കയെ കാണുകയാണ്. എന്നാൽ പെട്ടെന്ന് അലിഞ്ഞില്ലാതാവുന്നത് പോലെ ആ ഒരു കാക്കയെ കാണാതാവുകയാണ്. ഇത് കണ്ട പട്ടാളക്കാരൻ ആകെ അത്ഭുതപ്പെട്ടു പോകുന്നുണ്ട്. എന്തായാലും ഇവരുടെ ആ ഒരു ബോട്ട് കരയിലേക്ക് അടുപ്പിക്കുകയാണ്. പിന്നീട് അവർ തകർന്നു വീണ വിമാനം ഉണ്ടല്ലോ, ഇത് പരിശോധിച്ചുകൊണ്ട് അവരതിലൂടെ നടക്കുകയാണ്. അതായത് ഇന്ന് ദിവസം മുഴുവനായിട്ടും ഇവിടെ പരതിയിട്ട് അവസാനം മലയുടെ മുകളിലേക്ക് പോയിട്ട് അവിടെ പരതാന്നാണ് സർജൻ ബ്രീവറുടെ ആ ഒരു പദ്ധതി. അതുപോലെ ഈ ഒരു മിഷൻ ചെയ്തു തീർക്കാനായിട്ട് ഇവർക്ക് ഒരു ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. സോ അതിവേഗത്തിൽ തന്നെ ഇവരുടെ ഒരു സെർച്ചിങ്ങും കാര്യങ്ങളും നടത്തുന്നുണ്ട്. ഇവിടെ സീൻ കട്ടായി അടുത്ത സീനിൽ മേജർ ജോൺസൺ ഉണ്ടല്ലോ, ആ ഒറ്റക്കണ്ണുള്ള പട്ടാളക്കാരൻ, ഇയാൾ നേരെ ഇപ്പോ ക്യാമ്പിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. തിരിച്ചെത്തിയ പാട് തന്നെ അദ്ദേഹത്തിനായിട്ട് ഒരു പേപ്പർ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അത് വായിക്കാനായിട്ട് മേജർ ജോൺസൺ അദ്ദേഹത്തിന്റെ ആ ഒരു ടെന്റിലേക്ക് പോവാണ്. അതിൽ ചില കാര്യങ്ങളൊക്കെ വായിക്കുന്നുണ്ട്. എന്തോ ഒരു റേഡിയോ സന്ദേശം കൂടെ ഇവർക്ക് രഹസ്യമായിട്ട് ചോർത്തി കിട്ടിയിട്ടുണ്ട്. അത് ജർമ്മൻകാരുടേതായിരുന്നു. ഇവരുടെ ഒരു ടീമിൽ തന്നെ അമേരിക്കൻ പട്ടാളക്കാരുടെ ഇടയിൽ തന്നെ ജർമ്മൻ ഭാഷയിൽ നല്ല ട്രെയിനിങ് കിട്ടിയ ഒരു പട്ടാളക്കാരനുണ്ടായിരുന്നു. ആ പട്ടാളക്കാരനെ ഇപ്പോൾ ടെന്റിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അവരെ കൂടാതെ തന്നെ വേറെയും സ്റ്റാഫുകൾ ഈ ടെന്റിന്റെ ഉള്ളിലുണ്ടായിരുന്നു. എന്നാൽ മേജർ ജോൺസൺ എല്ലാവരെയും നോക്കിയിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്, നിങ്ങൾ ഇവിടെ വെച്ച് കേൾക്കുന്ന ഓരോ കാര്യം അത് അതീവ രഹസ്യമായിരിക്കണം. നിങ്ങളുടെ പാർട്ട്ണറോടോ കുട്ടികളോടോ അല്ലെങ്കിൽ അച്ഛന്മാരോടോ പോലും ഈ ഒരു കാര്യം ഒന്നും പറയാനേ പാടില്ല. അത്രയും രഹസ്യം
സത്യമായിരിക്കും. എന്തായാലും ഇപ്പോ ജർമ്മൻകാരുടെ ഒരു റേഡിയോ സന്ദേശം ഇവര് ചോർത്തി എന്ന് പറഞ്ഞില്ലേ, അതിങ്ങനെ കേട്ടു നോക്കുമ്പോൾ അത് വെറും എന്തൊക്കെയോ നമ്പേഴ്സ് ആയിരുന്നു. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ലേഡി അതൊന്ന് സ്ലോ ആക്കി കേട്ടു നോക്കാൻ പറയാണ്. സ്ലോ ആക്കി കേട്ടു നോക്കിയപ്പോൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് മറ്റൊരു സ്ത്രീ ജർമ്മൻ ഭാഷയിൽ എന്തോ ഒന്ന് സംസാരിക്കുന്നതായിട്ട് ഇവർക്ക് തിരിഞ്ഞു. ജർമ്മൻ ഭാഷയിൽ അത്യാവശ്യം നോളജ് ഉള്ള ഒരു പട്ടാളക്കാരൻ ഇപ്പൊ ഇവരുടെ കൂട്ടത്തിലുണ്ടല്ലോ, അദ്ദേഹം അത് നന്നായിട്ട് കേട്ടു നോക്കിയപ്പോൾ എന്തോ ഒരു മാന്ത്രിക മരത്തിനെ കുറിച്ചാണ് പറയുന്നത്. ബട്ട് നോട്ട് ഷുവർ അതെന്താണെന്ന്. അടുത്ത സീനിൽ കാട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ക്യാപ്റ്റൻ ബ്രിയോറേയും അദ്ദേഹത്തിന്റെ ആ ഒരു ടീമിനെയും കാണിക്കുകയാണ്. ഇവരങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ജർമ്മൻകാരുണ്ടല്ലോ, അതായത് ഹിറ്റ്ലറുടെ ആ ഒരു നാസി പട്ടാളക്കാരുടെ അവരുടെ ആ ഒരു കൊടി കിട്ടുന്നുണ്ട്. കൂട്ടത്തിൽ ഒരു പട്ടാളക്കാരൻ അതെടുത്തിട്ട് പറയാണ്, നമുക്ക് എന്തായാലും ഈ ഒരു കൊടി കൂടെ കൊണ്ടുപോവാം, നല്ല തുണിയല്ലേ, ബാത്റൂമിൽ പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും വെള്ളമൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ഇത് വെച്ച് തുടക്കാന്ന് പറഞ്ഞിട്ട് ജർമ്മൻകാരെ കളിയാക്കുകയാണ്. ഈ സമയത്താണ് കൂട്ടത്തിലെ മറ്റൊരാള് എന്തോ ഒന്ന് കണ്ട് ഭയന്ന് അതെല്ലാവരെയും കാണിച്ചു കൊടുക്കുന്നത്. ഇവരും അത് നോക്കുന്നുണ്ട്. നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി. അതായത് ഒരുപാട് ജർമ്മൻ പട്ടാളക്കാരെ കൊന്നു തല കീഴായിട്ട് കെട്ടി തൂക്കിയിരിക്കുകയാണ്. ആരാരിയത് ചെയ്തിട്ടുണ്ടാവുക? ഒരു കാരണവശാലും മറ്റൊരു പട്ടാളക്കാർ ഇങ്ങോട്ടേക്ക് വരാനുള്ള ഒരു സാധ്യതയില്ല. പിന്നെ എങ്ങനെയാണ് ജർമ്മൻ പട്ടാളക്കാർക്ക് ഈ ഒരു അവസ്ഥ വന്നത്? അതിലൊരുത്തന്റെ കെട്ടഴിച്ച് താഴേക്ക് ഇടുന്നുണ്ട്. അയാളുടെ ഹെൽമെറ്റിലേക്ക് നോക്കിയ സമയത്ത് അതിന്റെ ഉള്ളിലേക്ക് കയറിയ ആ ഒരു ബുള്ളറ്റിന്റെ വലുപ്പം ഇതെല്ലാം നോക്കിയപ്പോൾ സർജൻ ബ്രേവറിന് ഒരു കാര്യം മനസ്സിലായി, ഇയാളെ കൊന്നിരിക്കുന്നത് ജർമ്മൻകാർ തന്നെയാണ്. കാരണം അവരുടെ ബുള്ളറ്റിന്റെ സൈസ് ഇങ്ങനെയാ. പക്ഷെ എന്തിന് സ്വന്തം ആൾക്കാരെ തന്നെ ആ പട്ടാളക്കാർ എന്തിനാ കൊല്ലുന്നത്? ചിലപ്പോൾ വല്ല പണിഷ്മെന്റ് ആയിരിക്കും. ഇതിനിടയിൽ ഒരു പട്ടാളക്കാരൻ അവരെ തൂങ്ങിക്കിടക്കുന്ന ശവങ്ങൾക്കിടയിൽ ഒരു ശവത്തിന്റെ കയ്യിലായിട്ട് ഈ കാക്കത്തൂവൽ അങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നത് കാണാണ്. അത് കുറച്ചധികമായിട്ട്. ഇതേ സമയത്താണ് ഇവർക്ക് നേരെ ഒരു ഫയറിംഗ് നടക്കുന്നത്. പെട്ടെന്ന് തന്നെ ഇവർ ഹൈഡ് ചെയ്തു. ഫയർ വന്ന ആ ഒരു ഭാഗത്തേക്ക് അവർ തിരിച്ചും ഫയർ ചെയ്യാണ്. അതുപോലെ നമ്മുടെ ഹീറോ ആയിട്ടുള്ള ക്യാപ്റ്റൻ മോർഗൻ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു മരത്തിന്റെ പിന്നിൽ പോയി ഒളിച്ച് ഒരു പിസ്റ്റളുമായിട്ട് നിൽക്കുകയാണ്. എന്നാൽ സർജൻ ബ്രേവർ അദ്ദേഹത്തിന്റെ ഈ ഒരു ടീം അത്രയും എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇങ്ങനെ ഫയറിംഗ് നടക്കുന്ന സമയത്ത് ഇതിന്റെ രണ്ട് ഭാഗത്ത് കൂടിയിട്ട് വെടിവെക്കുന്ന ആ ഒരു ജർമ്മൻകാരുടെ ശ്രദ്ധയുണ്ടല്ലോ, അത് ഇവർക്ക് നേരെ മാത്രമാക്കി വെച്ചുകൊണ്ട് രണ്ട് വശത്തോടെ പോയി ഇവരെ പിന്നിൽ നിന്ന് അറ്റാക്ക് ചെയ്ത് അവർ കീഴ്പ്പെടുത്തുകയാണ്. പെട്ടെന്ന് തന്നെ അടിച്ചിട്ട് അയാളെ കെട്ടിവെച്ചിട്ട് ചോദിക്കുകയാണ് കാര്യങ്ങൾ. എന്നാൽ അയാൾക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരാളായിരുന്നില്ല. എന്തോ ഒരു ഷോക്കിലായിരുന്നു അയാൾ. എന്താണ് ഇവിടെ നിലവിൽ സംഭവിച്ചതെന്നും ഇവർക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും അയാളെ കൊല്ലുന്നില്ല, കെട്ടിയിട്ട് ഇവരുടെ കൂടെ തന്നെ കൊണ്ടുപോകണം. എന്നെല്ലാം കഴിഞ്ഞപ്പോഴാണ് ഇവർക്കൊരു കാര്യം മനസ്സിലായത്. ഇവരുടെ ടീമിലെ തന്നെ ഒരു പട്ടാളക്കാരൻ ഈ ഫയറിംഗിൽ വെടിയേറ്റ് മരണപ്പെട്ടുവെന്ന്. കാര്യം അറിഞ്ഞ പാടിന് സർജൻ ബ്രേവർ ആകെ ടെൻഷനിലാവുകയാണ്. കൂട്ടത്തിൽ ഒരാളുടെ ജീവൻ പോകുക എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തിന് അത്രയും വിഷമുള്ള കാര്യമാണ്. എന്തായാലും ആ ഒരു പട്ടാളക്കാരന്റെ ബോഡി അവിടെ മറവ് ചെയ്തുകൊണ്ട് അവർ വീണ്ടും മുന്നോട്ടേക്ക് പോവാണ്. എന്നാൽ ഇവരറിയാതെ തന്നെ ഇവരുടെ പിന്നാലെ ഒരു അദൃശ്യമായ ശക്തി, ഒരു കറുത്ത പുക അതങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതിനെക്കുറിച്ച് യാതൊരു അറിവും ഒരു ബോധവും ഇല്ലാതെ ഇവർ മുന്നോട്ടേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് ചെറിയൊരു കെട്ടിടം ഇവർ കാണുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഒച്ച ഉണ്ടാക്കരുതെന്ന് സർജൻ ബ്രേവർ പറയാണ്. പിന്നീട് ആ കൂട്ടത്തിൽ നിന്നും രണ്ട് പട്ടാളക്കാരോട് ആ വീട്ടിലേക്ക് ചെന്ന് അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കാൻ പറയാണ്. റക്കർ എന്ന് പേരുള്ള ഒരു പട്ടാളക്കാരനും അതുപോലെ വേറൊരാളും കൂടെ നേരെ അതിന്റെ അടുത്തേക്ക് പതിയെ ചെല്ലുന്നുണ്ട്. എന്നാൽ പുറത്തുനിന്ന് നോക്കുമ്പോൾ തന്നെ ഇവർക്കൊരു കാര്യം മനസ്സിലായി, ഇതിനുള്ളിൽ ആരും ഒരാൾ താമസിക്കുന്നുണ്ട്. കാരണം വിളക്ക് കത്തിച്ചതിന്റെ ആ ഒരു അരണ്ട വെളിച്ചം ഇവർക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ മുൻഭാഗത്ത് വെച്ച് ശബ്ദവും കാര്യങ്ങളൊന്നും കേൾക്കുന്നില്ല. ഇവര് പതിയെ പിറകിലേക്ക് ചെല്ലുകയാണ്. അവിടെ എന്തോ വെള്ളം വീഴുന്നതായിട്ടുള്ള ചില ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോ അവിടെ ഉണ്ടായിരുന്ന ജനലിന്റെ ഇടയിലൂടെ ഈ റക്കർ ഉള്ളിലേക്ക് നോക്കുന്ന സമയത്ത് രണ്ട് സ്ത്രീകളെ കാണുകയാണ്. അതിലൊരു സ്ത്രീയെ മറ്റൊരു സ്ത്രീ ബാത്ത് ടബിൽ ഇരുത്തിക്കൊണ്ട് വെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ട് കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനത് തന്നെ നോക്കി ആകെ ഒരു സ്റ്റെക്കിൽ അങ്ങനെ നിൽക്കുമ്പോൾ മറ്റേ പട്ടാളക്കാരൻ റക്കർ വേഗം വാ പോവാന്ന് പറയുമ്പോൾ റക്കർ പറയണം ഒന്ന് വെയിറ്റ് ചെയ്യും. എന്തായാലും ഇവരുടെ ഈ ഒരു ശബ്ദം ഉള്ളിലുള്ള ഒരു സ്ത്രീ കേൾക്കാണ്. പെട്ടെന്ന് തന്നെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. പെട്ടെന്നായതുകൊണ്ട് തന്നെ റക്കർ ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട്. എന്തായാലും ഇവർ രണ്ടുപേരും വേഗം തന്നെ താഴേക്ക് ഇറങ്ങി ഓടുകയാണ്. ഇപ്പൊ സർജൻ ബ്രേവർ ചോദിക്കുന്നുണ്ട്, എന്താണ് അവിടെ പോയിട്ട് കിട്ടിയ വിവരം ചോദിക്കുമ്പോൾ ഒന്നുമില്ല സാറേ, പ്രത്യേകിച്ച് അവിടെ ഒന്നുമില്ല, പട്ടാളക്കാരൊന്നുമില്ല. യുദ്ധത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് രണ്ട് സ്ത്രീകൾ മാത്രമായിട്ട് അവിടെ ഹൈഡ് ചെയ്തിരിക്കുന്നുണ്ട്, വേറൊന്നുമില്ല. ഓക്കെ ശരി, എന്തായാലും നമുക്ക് ഇവിടുന്ന് പോവാന്ന് പറയാണ്. ഇതേ സമയത്ത് തന്നെ ഇവരുടെ കൂട്ടത്തിൽ വന്ന നമ്മുടെ ക്യാപ്റ്റൻ മോർഗൻ ഉണ്ടല്ലോ, അവിടെ ഉണ്ടായിരുന്ന ഒരു മരത്തിൽ ഒരു ഇൻഡു ചിഹ്നം ആക്കി വെക്കുന്നുണ്ട്. മാത്രമല്ല ഇപ്പൊ വന്ന ഈ പട്ടാളക്കാർക്ക് പോയി നോക്കിയില്ല ഈ റക്കർ, അവനെന്തോ ഒരു ഇളക്കം പോലെ. അവനോട് പറയാണ്, വെറുതെ ആവശ്യമില്ലാത്ത ഒരു പരിപാടിയെ കുറിച്ചും ആലോചിക്കാൻ നിൽക്കണ്ട, വാ നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് ഇവരെയും കൂട്ടി പോവാണ്. എന്നാൽ ഈ റക്കറിന് ആ സ്ത്രീകളെ അവിടെ വെറുതെ വിട്ടങ്ങനെ വരാൻ ഒരു മനസ്സില്ല. അപ്പൊ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരുത്തൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, കേട്ടാ നമുക്ക് ഒരു അരമണിക്കൂർ ഇന്റർവ്യൂവിൽ ചോദിച്ചിട്ട് ഒന്ന് അങ്ങോട്ടേക്ക് പോയാലെന്ന് ചോദിച്ചപ്പോൾ ആ പട്ടാളക്കാരൻ പറയണ, ഇങ്ങോട്ടേക്ക് വരുന്നതിന്റെ തൊട്ട് മുന്നേയായിട്ട് എന്റെ വിവാഹം കഴിഞ്ഞത്. ആ പെണ്ണിന്റെ ഫോട്ടോയും ഇപ്പൊ റക്കറിന് കാണിച്ചു കൊടുക്കുകയാണ്. എന്റെ ഭാര്യയെ ചതിക്കാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നേ ഇല്ല, നിനക്ക് വേണമെങ്കിൽ നീ ചോദിച്ചു പോയിക്കോന്ന് പറയാണ്. വേണ്ടെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞിട്ട് റക്കർ ഇപ്പോൾ ഇവരുടെ പിന്നാലെ തന്നെ നടക്കുകയാണ്. പോകുന്ന വഴിയിൽ ഇവർക്ക് എന്തോ ഒരു പന്തിയേട് പോലെ, ചുറ്റും നോക്കുമ്പോൾ നല്ല പരിചയമുള്ള സ്ഥലം പോലെ. പെട്ടെന്നാണ് ഇവരൊരു കാര്യം കാണുന്നത്. അതായത് ഇവരുടെ കൂട്ടത്തിൽ ഒരു പട്ടാളക്കാരൻ നേരത്തെ മരിച്ചുപോയിരുന്നല്ലോ, അവന് കുഴിച്ചിട്ട് അതേ സ്ഥലം അങ്ങോട്ടേക്ക് തന്നെ ഇവർ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇതെന്താ ഒന്നും മനസ്സിലാവാണ്ട് സർജൻ ബ്രേവർ വേഗം തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു കോമ്പസ് നോക്കുമ്പോൾ അതിലെ സൂചികളാണെങ്കിൽ ഒരു കൺട്രോളും ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. മിക്കവാറും ഈ ഒരു ഏരിയയിൽ മാഗ്നറ്റിക് പവർ അത് കൂടുതലായതുകൊണ്ടായിരിക്കണം ഇതുപോലെ സൂചി അങ്ങോട്ടും ഇങ്ങോട്ടും ചലിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയായിരിക്കും ആ ഒരു ഫ്ലൈറ്റ് തകർന്നു വീണതിന്റെ കാര്യം എന്ന് കൂട്ടത്തിലുണ്ടായിരുന്ന മറ്റൊരു പട്ടാളക്കാരൻ പറയാണ്. ഇതിനു പുറമെ ഇവരെ അത്ഭുതപ്പെടുന്ന മറ്റൊരു കാര്യം കൂടെ ഇവരിവിടെ കാണുന്നുണ്ട്. ഇവർ
പോയതിനു ശേഷം മറ്റാരോ ഒരാൾ ഇങ്ങോട്ടേക്ക് വന്നു പോയിട്ടുണ്ട്. അതിന്റേതായ കാൽപ്പാടുകൾ ഇവർക്ക് കാണാൻ കഴിഞ്ഞു. അപ്പൊ എന്തായാലും സെർജന്റ് ബ്രേവർ ഇവിടെ വെച്ചൊരു തീരുമാനം എടുക്കുകയാണ്. നമ്മൾ തൽക്കാലം ഇപ്പൊ ഇവിടെ വിട്ട് പോകുന്നില്ല, എത്രയും പെട്ടെന്ന് തന്നെ മുകളിലേക്ക് വിവരം അറിയിക്കുക. രണ്ട് ഭാഗത്ത് ആള് നിന്നുകൊണ്ട് ഈ ഒരു ഏരിയക്ക് ഒരു പ്രൊട്ടക്ഷൻ ആയിട്ട് നിൽക്കുക. സോ രണ്ടാൾക്കാർ മുന്നോട്ടേക്ക് വന്നു പറഞ്ഞപ്പോൾ നമ്മുടെ ഹീറോ ആയിട്ടുള്ള ക്യാപ്റ്റൻ മോർഗൻ ഞാൻ നിന്നോളാന്ന് പറഞ്ഞിട്ട് അവനൊരു ഭാഗത്തേക്ക് പോകുന്നുണ്ട്. അതുപോലെ തന്നെ പെൺവിഷയത്തിൽ ഒരു ഇച്ചിരി താല്പര്യം ഉണ്ടായിരുന്ന ആ ഒരു റക്കർ അവനും ഞാൻ ഈ ഭാഗത്തേക്ക് പോകുന്ന പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും രണ്ട് ഭാഗത്തേക്കായിട്ട് പോവാണ്. എന്നാൽ ക്യാപ്റ്റൻ മോർഗൻ കുറച്ച് മുന്നോട്ടേക്ക് പോയപ്പോൾ എന്തോ ഒരു ശബ്ദം കേട്ട് അവൻ വല്ലാതെ ഭയക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള പട്ടാളക്കാര് സർജൻ ബ്രേവർ ഇവരെല്ലാവരും മുകളിലേക്ക് സന്ദേശങ്ങൾ അയക്കാൻ വേണ്ടിയിട്ട് റേഡിയോ സംവിധാനവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കണക്ട് ആവോ എന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ റക്കർ മറ്റൊരു ഭാഗത്ത് പോയി നിന്നില്ലേ. അവൻ അവിടെ നിൽക്കുന്ന സമയത്ത് നല്ല ഭംഗിയുള്ള ഒരു പാട്ട് കേൾക്കുന്നുണ്ട്. പാട്ട് കേട്ട ഭാഗത്തേക്ക് അവൻ ചെന്ന് നോക്കുമ്പോൾ നല്ല ഭംഗിയുള്ള കോടകൾക്കിടയിലായിട്ട് അവ്യക്തമായിട്ട് ഒരു സ്ത്രീ രൂപം അവൻ കാണുന്നുണ്ട്. കണ്ടവാടെ അവനതിൽ മയങ്ങിപ്പോയി എന്ന് പറയാം. പതിയെ പതിയെ ആ സ്ത്രീ അവന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ഒരു വല്ലാത്ത വശ്യമായ നോട്ടം രൂപം എല്ലാം അവൾക്കുണ്ടായിരുന്നു. ആ വശ്യതയിൽ ഈ റക്കർ പെട്ടുപോയി. ഇതേ സമയം തന്നെ ഇതിന്റെ ഓപ്പോസിറ്റ് ഭാഗത്ത് നിൽക്കാന്ന് പറഞ്ഞിട്ട് പോയ നമ്മുടെ മോർഗൻ അവനൊരു മരത്തിൽ ഇൻഡു എന്ന് മാർക്ക് ചെയ്തായിരുന്നല്ലോ. അതായത് ഈ മരത്തിന്റെ തൊട്ട് പിന്നിലായിരുന്നു ആ വീടുണ്ടായിരുന്നത്. എന്നാൽ നിലവിൽ ആ ഒരു വീട്ടിലേക്ക് നോക്കുമ്പോൾ അല്ലെങ്കിൽ ആ സ്ഥലത്തേക്ക് നോക്കുമ്പോൾ അങ്ങനെ ഒരു വീടേ അവിടെ ഇല്ല. ഇതേ സമയം റക്കറിനെ നോക്കുകയാണെങ്കിൽ ആ സ്ത്രീയുടെ കൂടെ അവൻ അങ്ങനെ ആ ഒരു വശ്യതയിൽ നടന്നു പോകുന്നുണ്ട്. മാത്രല്ല വളരെ അകലെയായിട്ട് തകർന്നു വീണ് കിടക്കുന്ന ആ ഫ്ലൈറ്റിന്റെ കഷ്ണങ്ങൾ അവനിക്കായിട്ട് കാണിച്ചു കൊടുക്കുക. അവൻ അത്ഭുതത്തോട് കൂടിയിട്ട് ആ ഫ്ലൈറ്റ് അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഈ സ്ത്രീ പതിയെ പതിയെ അവരുടെ ആ ഒരു വസ്ത്രം ഊരിക്കളയുന്നുണ്ട്. ഇത് കണ്ട് ആകെ അമ്പരന്ന് നിൽക്കുകയാണ് റക്കർ. ഇതേ സമയത്ത് തന്നെ ആകാശത്തിൽ ഒരുപാടധികം കറുത്ത കാക്കകൾ പിന്നെ കറുത്തിട്ടേ ഉണ്ടാവുള്ളൂ അല്ലേ. എന്തായാലും കാക്കകൾ അങ്ങനെ വട്ടയിട്ട് പറക്കുകയാണ്. ഇതേ സമയത്ത് സർജൻ ബ്രേവറിന്റെ ആൾക്കാരാണെങ്കിൽ ആ റേഡിയോ എങ്ങനെയെങ്കിലും മുകളിലേക്ക്, അതായത് അവരുടെ മറ്റൊരു ടീമുമായിട്ട് കണക്ട് ചെയ്യാൻ നോക്കുമ്പോൾ പെട്ടെന്ന് മറ്റൊരു റേഡിയോയുമായിട്ട് ഇത് കണക്ട് ആവുന്നുണ്ട്. ഓപ്പോസിറ്റുള്ള ആ ആള് ഇപ്പൊ വളരെ പേടിയോട് കൂടിയിട്ട് ഇവരോട് സംസാരിക്കുകയാണ്. ഹലോ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഞാനാണ് ക്യാപ്റ്റൻ കൊറോസ്കി. തകർന്നു വീണ ആ ഒരു ഫ്ലൈറ്റിലെ ക്യാപ്റ്റനാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ? ദയവ് ചെയ്തിട്ട് എന്നെ ഒന്ന് വന്ന് രക്ഷപ്പെടുത്ത്. ഒരു കുഴിയിൽ ഇരുന്നു കൊണ്ടാണ് ക്യാപ്റ്റൻ കൊറോസ്കി ഈ ഒരു കാര്യം പറയുന്നത്. പെട്ടെന്ന് തന്നെ അവിടെ കുറെ കാക്കകൾ ഉണ്ടായിരുന്നില്ലേ, ഇതെല്ലാം കൂടി ചേർന്ന് ഒരു സ്ത്രീ രൂപത്തിലേക്ക് ആവുകയാണ്. പെട്ടെന്ന് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു കോള് അത് ഡിസ്കണക്ട് ആവുകയാണ്. മാത്രമല്ല അവസാനമായിട്ട് ക്യാപ്റ്റൻ കൊറോസ്കിയുടെ ഒരു കരച്ചിലും ഇവർ കേൾക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ കുറച്ചകലെ നിന്നുകൊണ്ട് ഒരു വെടിയൊച്ച ഇവർ കേൾക്കുകയാണ്. ആ വെടിവെച്ചത് അത് മറ്റാരും ആയിരുന്നില്ല, റക്കർ ഉണ്ടല്ലോ അവനായിരുന്നു. ആരെയാണ് അവൻ വെടിവെച്ചത്? അവനെ വശ്യപ്പെടുത്തിയ ആ ഭംഗിയുള്ള സ്ത്രീ ഉണ്ടല്ലോ അവളെ തന്നെയാണ് അവൻ വെടിവെച്ചത്. എന്തിനാ അവനത് ചെയ്തേന്നറിയില്ല. ആ ഭയത്തിൽ അവൻ അങ്ങനെ ഓടി വരികയാണ്. പെട്ടെന്ന് ഈ റക്കറിന്റെ മുന്നിലേക്ക് നമ്മുടെ ക്യാപ്റ്റൻ മോർഗൻ ചാടി വീഴുകയാണ്. ഈ വരുന്നത് റക്കർ ആണെന്നൊന്നും കണ്ടില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവനെ പിടിച്ച് അവന്റെ കഴുത്തിലേക്ക് കത്തി വെക്കുകയാണ്. ഇതിനുശേഷമാണ് ഇവരുടെ ടീമിൽ തന്നെയുള്ള ആളാണെന്ന് മനസ്സിലായത്. വേഗം തന്നെ ആ ഒരു ബഹളം കേട്ട് അങ്ങോട്ടേക്ക് സർജൻ ബ്രേവറെ വരുന്നുണ്ട്. എന്താ കാര്യം ചോദിച്ചപ്പോൾ റക്കർ പറയാണ്, സാറേ ഇയാൾ എന്റെ കഴുത്തിൽ കത്തി വെച്ചു എന്ന് പറയണം. എന്തായാലും ക്യാപ്റ്റൻ മോർഗൻ ഇവരുടെ ആ ഒരു ടീമിൽപ്പെട്ട ആളല്ലല്ലോ. മോർഗൻ പറയാണ്, അത് പിന്നെ വെടിയൊച്ചയും കേട്ടു, അതിന്റെ പുറമെ ഇങ്ങനെ ഒരാൾ ഓടി വരുന്നതും കൂടെ കണ്ടപ്പോൾ ഞാൻ പെട്ടെന്നൊരു ആക്ഷൻ എടുത്തതാണ്. ഓക്കെ. ഇതേ സമയത്തിന് സർജൻ ബ്രേവർ ചോദിക്കുകയാണ്, അല്ല ഒരു വെടിയൊച്ച കേട്ടായിരുന്നല്ലോ, ആരാണ് അത് വെച്ചത്? ഇതേ സമയത്ത് റക്കർ പറയാണ്, ഞാനാണ് വെടിവെച്ചത്. അതിലൂടെ ഒരു കാട്ടുപന്നി പോകുന്നുണ്ടായിരുന്നു, അതിനെ ആക്രമിക്കാൻ നോക്കി. അതായത് റക്കർ പച്ച നുണ പറയാണ്. ഇതേ സമയത്തിന് റക്കർ വേഗം പറയുന്നുണ്ട്, തകർന്നു കിടക്കുന്ന ആ ഒരു വിമാനം അത് എവിടെയാണെന്ന് ഞാൻ കണ്ടുപിടിച്ചു, അത് ആ മലയുടെ താഴ്വാരത്തിലുണ്ട്. എന്തായാലും ഇവരെല്ലാവരും വേഗം അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് ക്യാപ്റ്റൻ ബ്രിവർ ഒരു കാര്യം നമ്മുടെ മോർഗനോട് പറയുന്നുണ്ട്, ഇനി എങ്ങാനും എന്റെ പിള്ളേരെ തൊട്ടാല് കഴുത്തെ അറുത്ത് കളയും. അതായത് സ്വന്തം ടീമിന്റെ കാര്യത്തിൽ ഇയാൾ ഒരു ഇച്ചിരി സ്വാർത്ഥനാണ് കേട്ടോ. ഇവരങ്ങനെ മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് ആസ് യൂഷ്വൽ ആ ഒരു കറുത്ത പുക ഇവരുടെ പിന്നാലെ വരുന്നുണ്ട്. മാത്രമല്ല ആ കറുത്ത പുക വന്നിട്ട് വെടിയേറ്റ് കിടക്കുന്ന ആ മന്ത്രവാദി ഉണ്ടല്ലോ അവളുടെ അരികിൽ വന്നിരിക്കുകയാണ്. ഇപ്പൊ നടന്നു പോകുന്ന ഈ പട്ടാളക്കാരെല്ലാവരും ഒരു വല്ലാത്ത കരച്ചിൽ കേൾക്കുന്നുണ്ട്. ഇവരാദ്യം കരുതി അതൊരു മൃഗത്തിന്റെ ശബ്ദമായിരിക്കുന്നത്. എന്നാൽ ഇവര് കെട്ടിയിട്ട് കൊണ്ടുപോകുന്ന ആ ഒരു ജർമ്മൻകാരനുണ്ടല്ലോ അയാൾക്ക് കാര്യം മനസ്സിലായി. ഒരു വല്ലാത്ത ചിരി അവൻ ചിരിക്കുകയാണ്, നിങ്ങൾക്കൊക്കെ പിന്നാലെ പണി വരുന്നുണ്ടടാ എന്നുള്ള രീതിയിൽ. അങ്ങനെ അവസാനം തകർന്നു കിടക്കുന്ന ആ ഒരു ഫ്ലൈറ്റിന്റെ അരികിലേക്ക് ഇവരൊക്കെ എത്തി. നോക്കുമ്പോൾ അവിടെ ഒരൊറ്റ ബോഡി പോലും ഇല്ല. ഇതേ സമയത്തിന് ഇവരുടെ ടീമിലേക്ക് വന്ന ക്യാപ്റ്റൻ മോർഗൻ ആണെങ്കിൽ വേഗം തന്നെ ആ ഒരു ഫ്ലൈറ്റിന്റെ ഉള്ളിലേക്ക് പോയിട്ട് ആ ഒരു ബ്ലാക്ക് ബോക്സ് അത് ഇയാൾ എടുക്കുന്നുണ്ട്. അതിന്റെ ഉള്ളിൽ തന്നെ ഒരു ടിഫിൻ ബോക്സ് ഉണ്ടായിരുന്നു. ഇത് രണ്ടും വേഗം എടുക്കുകയാണ്. ഇപ്പൊ ബാക്കിയുള്ള പട്ടാളക്കാർ മുഴുവൻ ഈ ഒരു ഫ്ലൈറ്റിൽ അന്ന് വന്ന പട്ടാളക്കാർ അവരുടെ ബോഡി എവിടെ, ഇതാരെവിടുന്ന് കൊണ്ടുപോയേ? അപ്പൊ അത് ഇവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ കൂട്ടത്തിൽ ആ ഒരു റക്കർ ഉണ്ടല്ലോ മന്ത്രവാദിയുടെ കൂടെ പോയവന്, അവന്റെ ദേഹത്തിന്റെ ഒരു ഭാഗം വല്ലാതെ ചൊറിയുന്നു, ഒരുമാതിരി പഴുത്തതുപോലെ. ഇതാരും അവൻ കാണിക്കുന്നില്ല, ഇക്കാര്യമൊക്കെ മറച്ചു വെക്കുകയാണ്. പെട്ടെന്നാണ് എവിടെ നിന്നോ ഒരാൾ ചാടി വന്ന് ഇവരുടെ കൂട്ടത്തിൽ ഒരു പട്ടാളക്കാരന്റെ കഴുത്തറുത്ത് ഇയാളുടെ കയ്യിലുള്ള ഗണ്ണ് വെച്ച് ഇവർ അറ്റാക്ക് ചെയ്യാണ്. അപ്പോഴേക്കും ഈ വന്ന ആളെ ബാക്കിയുള്ള എല്ലാ പട്ടാളക്കാരും വെടിവെച്ച് വീഴ്ത്തുന്നുണ്ട്. വെടിയേറ്റ് ഇയാൾ താഴെ വീണ് ഇയാൾ ആരാണെന്ന് നോക്കിയപ്പോൾ കുറച്ചു നേരം മുന്നേ ഇവരോട് സംസാരിച്ചില്ലേ ഈ തകർന്നു വീണ ഫ്ലൈറ്റിന്റെ ക്യാപ്റ്റൻ ആയിട്ടുള്ള ക്യാപ്റ്റൻ കൊറോസ്കി, അയാളാണ്. ഇതെങ്ങനെയാ? കുറച്ചു നേരം മുന്നേ വരെ ഇവരോട് നോർമൽ ആയിട്ട് സംസാരിച്ച മനുഷ്യരാ. ഒരു പിടുത്തം കിട്ടാതെ ഇവരങ്ങനെ ഇരിക്കുമ്പോൾ കൊറോസ്കി പെട്ടെന്ന് ചാടി എഴുന്നേൽക്കാണ്, ഒരു സോംബിയെ പോലെ വന്നിട്ട് സർജൻ ബ്രീവറിന്റെ കഴുത്തിൽ കയറി ഒരൊറ്റ പിടുത്താണ്. ഇയാൾക്ക് അനങ്ങാൻ പറ്റുന്നില്ല. ഈ വന്ന ക്യാപ്റ്റൻ കൊറോസ്കിക്ക് വല്ലാത്ത
വല്ലാത്തൊരു ബലമുള്ളതുപോലെ. എന്നാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ക്യാപ്റ്റൻ മോർഗൻ വന്നിട്ട് ഒരു വാളും വെച്ച് ഈ കൊറോസ്കിയുടെ തല വെട്ടി മുറിച്ചെടുക്കുകയാണ്. വേഗം തന്നെ ഇവര് ചലനമില്ലാത്ത ഈ ക്യാപ്റ്റൻ കൊറോസ്കിയുടെ ആ ഒരു ബോഡി മുഴുവനായിട്ട് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇവരാകെ അത്ഭുതപ്പെട്ടു പോയി. അതായത് അവന്റെ ദേഹം മുഴുവൻ കീറി അത് തുന്നി വെച്ചിരിക്കുകയാണ്. അതിന്റെ പുറമെ ശരീരത്തിന്റെ പല ഭാഗത്തായിട്ട് മന്ത്രവാക്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ തുന്നിയ ശരീരത്തിന്റെ ഭാഗങ്ങൾ അത് തുറന്നു നോക്കിയപ്പോൾ ഇവര് വീണ്ടും ഞെട്ടുകയാണ്. എന്താന്നല്ലേ, ക്യാപ്റ്റൻ കൊറോസ്കിയുടെ ശരീരത്തിനുള്ളിൽ അദ്ദേഹത്തിന്റെ ഒരു അവയവവും ഇല്ല, അതിന് പകരം നിറയെ കാക്കത്തൂവലാണ്. ഇത് കണ്ടപ്പോൾ ആകെ ഞെട്ടിപ്പോവാണ്. സർജൻ ബ്രീവർ പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് കുറച്ച് തൂവലെടുത്ത് ജർമ്മൻകാരന്റെ വായിലേക്ക് തിരികെ വെച്ചിട്ട് പറയാണ്, സത്യം പറയടാ, ഇവിടെ എന്തേ നടക്കുന്നത്? ഇപ്പൊ ആ ജർമ്മൻകാരൻ പറയാണ്, നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, അവൾ നമ്മുടെ പിന്നാലെ ഉണ്ട് എന്ന് പറയാണ്. ഇവിടെ സീൻ കട്ടായി അടുത്ത സീനിൽ മേജർ ജോൺസൺ അയാളുടെ ആ ഒരു ടെന്റിൽ കാണിക്കുകയാണ്. ഇയാളുടെ കയ്യിൽ തന്നെ ഒരു വലിയ കറുത്ത ബുക്കുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ അമേരിക്കയിലേക്ക് വന്ന ഒരു ജർമ്മൻ പട്ടാളക്കാരന്റെ കയ്യിൽ നിന്ന് ഇവർക്ക് കിട്ടിയതാണ് ഈ ഒരു പുസ്തകം. ആയിരക്കണക്കിന് വർഷമുള്ള ഈ പുസ്തകത്തിന് 2 പാർട്ടുണ്ട്. അതിന്റെ ആദ്യ ഭാഗമാണ് ഇപ്പൊ ഇവരുടെ കയ്യിൽ നിലവിലുള്ളത്. ഇതിന്റെ രണ്ടാമത്തെ ഭാഗം തേടിക്കൊണ്ട് കുറെ കാലമായിട്ട് മേജർ ജോൺസൺ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്തായാലും ജർമ്മൻ അറിയുന്ന ഒരാൾ ഈ കൂട്ടത്തിലുണ്ടല്ലോ, അയാളെ വിളിച്ച് ഈ ഒരു പുസ്തകത്തിലെ കാര്യങ്ങൾ വായിച്ചു കൊടുക്കാൻ പറയുന്നുണ്ട്. എന്നാൽ ഇയാൾ വായിക്കാൻ തുടങ്ങിയപ്പോൾ ഏകദേശം 1000ഓളം വർഷം പഴക്കമുള്ള ജർമ്മനിയിലെ പഴയ ഒരു ലിപിയാണിത്. പലതരം മന്ത്രവാക്യങ്ങൾ അതിലുണ്ടായിരുന്നു. അതായത് നേരത്തെ വന്ന ക്യാപ്റ്റൻ കൊറോസ്കിയുടെ ദേഹത്തുണ്ടായിരുന്നില്ലേ, അതുപോലെയുള്ള മന്ത്രവാക്യങ്ങൾ. ഈ ബുക്കിൽ പ്രധാനമായിട്ടും പറയുന്നത് ഒരു പ്രത്യേകതരം മാന്ത്രിക മരത്തിനെ കുറിച്ചാണ്, യൗവനം നിലനിർത്തുന്ന മാന്ത്രിക മരം. പിന്നീട് കാണിക്കുന്നത് ക്യാപ്റ്റൻ മോർഗനെയാണ്. മോർഗന്റെ കയ്യിൽ ഒരു ടിഫിൻ ബോക്സ് കിട്ടിയെന്ന് പറഞ്ഞില്ലേ, അത് തുറന്നു നോക്കിയപ്പോൾ അതിന്റെ ഉള്ളിൽ കുറച്ച് ഫിലിം റോൾ ആയിരുന്നു. ആ ഫിലിം റോളിലെ പിക്ചർ നോക്കുമ്പോൾ നേരത്തെ ആ 2 സ്ത്രീകൾ നിന്നിരുന്ന ഒരു വീട്, ഒരു വിൻമില്ല് പോലത്തെ ഒരു വീട് കണ്ടായിരുന്നല്ലോ, അതിന്റെ പിക്ചറായിരുന്നു അതിലുണ്ടായിരുന്നത്. അതായത് ആ ബ്ലാക്ക് ബോക്സ്, ഒരു വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാലോ, അവസാനമായിട്ട് വിമാനത്തിന് എന്താ സംഭവിക്കുന്നതെന്ന് അതിൽ രജിസ്റ്റർ ആയിട്ടുണ്ടാവും. അപ്പൊ അവസാനമായിട്ട് ഈ വിമാനത്തിലുള്ളവരെടുത്തത് ആ ഒരു വിൻമിൽ, ആ ഒരു വീടിന്റെ ചിത്രമായിരുന്നു. എന്തായാലും കുറച്ച് സമയം കഴിഞ്ഞു, ഇവരുടെ ടീമിൽ ഒരാൾ മരിച്ചുപോയല്ലോ. അയാളുടെ ആ ഒരു ബോഡി കുഴിച്ചിടാൻ വേണ്ടിയിട്ട് 2 കുഴികൾ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 പേരായിട്ട് മരിച്ചു വന്നു. കുഴിച്ചുകൊണ്ടിരിക്കുന്നത് റക്കറും അതുപോലെ തന്നെ നമ്മുടെ ക്യാപ്റ്റൻ മോർഗനാണ്. പെട്ടെന്ന് റക്കർക്ക് ഒരുമാതിരി ഒരു വിറയലും ഛർദിയൊക്കെ വരുന്നത് പോലെ. ബാക്കിയുള്ള എല്ലാവരും അവനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അവന്റെ അടുത്തേക്ക് പോകുമ്പോൾ റക്കർ പറയാണ്, ഒരാൾ പോലും എന്റെ അടുത്തേക്ക് വന്നു പോരുത്, ഞാൻ സ്വയം വെടിവെച്ച് മരിക്കുമെന്ന്. ആർക്കും തിരിയുന്നില്ല എന്താ ഇവൻ ഇങ്ങനെ പെരുമാറുന്നതെന്ന്. സർജൻ ബ്രേവറിന് വരെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പെട്ടെന്ന് നമ്മുടെ ക്യാപ്റ്റൻ മോർഗൻ അവന്റെ കയ്യിൽ നിന്ന് ആ ഒരു ഗണ്ണ് മേടിക്കുകയാണ്. ഇതേ സമയത്താണെങ്കിൽ ഈ റക്കർ ബോധമില്ലാതെ വേദന കൊണ്ട് പെടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഇവരൊരു കാര്യം കാണുന്നത്. ഇവന്റെ ശരീരത്തിന്റെ പല ഭാഗങ്ങളായിട്ട് പഴുത്തിരിക്കുകയാണ്. വേഗം തന്നെ പവർഫുൾ ആയിട്ടുള്ള മയക്കുസൂചി ഇവരുടെ കയ്യിലുണ്ടായിരുന്നു. അത് കൊടുത്ത് ഇവൻ ഉറക്കി കിടത്തുകയാണ്. ഈ ഒരു ഗ്യാപ്പിന് ഇവരുടെ കൂടെ ഇവർ കെട്ടിവലിച്ചു കൊണ്ടുവരുന്ന ഒരു ജർമ്മൻകാരനുണ്ടല്ലോ, ഇവൻ ഒരു ഒറ്റ ഓട്ടം വെച്ചു കൊടുക്കുകയാണ്. ഇവനെ പിടിക്കാനായിട്ട് സർജൻ ബ്രീവറിന്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പട്ടാളക്കാരൻ പിന്നാലെ പോകുന്നുണ്ട്. എന്നാൽ ഒരു ഘട്ടത്തിൽ ഈ ജർമ്മൻകാരനെ പിടിക്കാൻ വന്ന ആ ഒരു പട്ടാളക്കാരന്റെ കഴുത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു മന്ത്രവാദി അറുക്കുകയാണ്. മറ്റൊരു മന്ത്രവാദി വന്ന് ഒരു കോപ്പയിലേക്ക് അവന്റെ കഴുത്തറത്തില്ലേ ആ രക്തം അങ്ങനെ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാ ഈ കാട്ടിൽ നടക്കുന്നത്? കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ഇങ്ങോട്ടേക്ക് ഓടിയെത്തുന്നുണ്ട്. വന്നു നോക്കുമ്പോൾ ഇവരുടെ കൂട്ടത്തിലെ ആ ഒരു പട്ടാളക്കാരൻ ശരീരത്തിൽ ഒരു തുള്ളി രക്തമില്ലാതെ അവനങ്ങനെ മരിച്ചു കിടക്കുകയാണ്. അതായത് ഏതോ ഒരു മൃഗം വന്ന് രക്തം മുഴുവനായിട്ട് വലിച്ചൂറ്റി കുടിച്ചതുപോലെ. ഇപ്പൊ ജർമ്മൻകാരനോട് ചോദിക്കുന്നുണ്ട്, സത്യം പറയടാ, ആരാ ഇത് ചെയ്തെന്ന്. സർജൻ ബ്രീവർ ഭയങ്കര ദേഷ്യത്തിലാണ്. എന്തായാലും ഈ ജർമ്മൻകാരനല്ല ഇത് ചെയ്തത്, അവന്റെ 2 കൈയും കെട്ടിയ അവസ്ഥയിലാണ്. ഇപ്പോഴും ജർമ്മൻകാരൻ പറയുന്നത് അത് ആ ഒരു മന്ത്രവാദികളാണ്, എന്നെയും എന്റെ ടീമിനെയും ഉപദ്രവിച്ചത് അവളാണ്, ഞങ്ങളുടെ ടീമിലെ എല്ലാ ആൾക്കാരെയും കൊന്നുകളഞ്ഞു, തല കീഴായി കെട്ടിത്തൂക്കി, നിങ്ങളത് കണ്ടേല്ലേ. എന്നാൽ ദേഷ്യം വന്ന സർജൻ ബ്രീവർ പറയണം, അവസാനമായിട്ട് ഞാൻ നിന്നോട് ചോദിക്കുക, ഇനിയും നീ സത്യം പറഞ്ഞില്ലേ ഇവിടെ വെച്ച് ഞാൻ നിന്നെ വെടിവെച്ച് കൊല്ലുന്നു പറയണം. എന്നാൽ ആ മനുഷ്യൻ ജർമ്മൻകാരൻ അയാൾ കണ്ട കാര്യമില്ലാതെ എന്ത് പറയാനാ. ഇതേ സമയം തന്നെ ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ആ റക്കർ അവന് തീരെ വയ്യാതാവുന്നുണ്ട്. നോക്കുമ്പോൾ അവന്റെ ശരീരം മുഴുവൻ പഴുത്ത് ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്തെങ്കിലും സത്യം പറയടാന്ന് സർജൻ ബ്രേവർ പറയുമ്പോൾ റക്കർ കാര്യങ്ങൾ കാര്യമായിട്ട് തന്നെ പറയാണ്. അതായത് ഞാൻ കാവൽ നിൽക്കാനായിട്ട് കുറച്ച് അപ്പുറത്തേക്ക് മാറിയുന്നില്ലേ, അപ്പോൾ ഒരു സ്ത്രീ എന്റെ അടുത്തേക്ക് വന്നു, ഞാൻ അവളുടെ സൗന്ദര്യത്തിൽ ഒന്ന് പെട്ടുപോയി. കുറച്ചു നേരം ഞാൻ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് നിന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതൊരു സ്ത്രീയല്ല, അതൊരു ദുർമന്ത്രവാദിയാണെന്ന്. ഞാൻ ആകെ പേടിച്ചുപോയി. ആ പേടിയിൽ ഞാൻ അവളെ വെടിവെച്ചു. ആ ശബ്ദമാണ് നിങ്ങൾ നേരത്തെ കേട്ടത്. പക്ഷെ ഇതിനുശേഷം വീണ്ടും ഇവൻ വല്ലാതെ കിടന്ന് വയലന്റ് ആവാൻ തുടങ്ങാണ് വേദന കൊണ്ട്. പെട്ടെന്ന് തന്നെ മയക്കുസൂചി വീണ്ടും അവനിൽ കുത്തിവെച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ രാത്രിയിൽ ഇനി പോകണ്ട, ഇവിടെ തന്നെ നിൽക്കാന്ന് പറഞ്ഞിട്ട് സർജൻ ബ്രീവർ അദ്ദേഹത്തിന്റെ ആ ഒരു ടീമിനോട് ഇവിടെ തന്നെ ടെന്റ് അടിക്കാൻ വേണ്ടി പറയണം. പല ഭാഗത്തായിട്ട് ചെറിയ ചെറിയ കെണികളും കാര്യങ്ങളൊക്കെ ഇവർ വെക്കുകയാണ്, ആരും ഈ ഒരു ഭാഗത്തേക്ക് വരാതിരിക്കാനായിട്ട്. ഈ സമയത്ത് ക്യാപ്റ്റൻ മോർഗൻ രഹസ്യമായിട്ട് തന്നെ മേജർ ജോൺസനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയാണ്, നമ്മളെ തേടി വന്ന ആ ഒരു സാധനം ഇതുവരെയായിട്ടും എന്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. മാത്രമല്ല മേജർ, നിങ്ങൾ അയച്ച ആ ഒരു ടീമിന്റെ അവസ്ഥ ഇപ്പൊ കുറച്ച് മോശമാണ്. എന്തെങ്കിലുമൊക്കെ ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള കാര്യം നിങ്ങൾ ഇങ്ങോട്ടേക്ക് അയക്കണം, അല്ലെങ്കിൽ ഒരു റെസ്ക്യൂ ടീമിന് ഇങ്ങോട്ടേക്ക് അയക്കണം. ഇതേ സമയത്തിന് മേജർ ജോൺസൺ വീണ്ടും ഇവരോട് ഒരു കാര്യം പറയുന്നുണ്ട്, നിങ്ങൾ ഒന്നുകൂടെ ജാഗരൂകരായിട്ടിരിക്കണം. കാരണം ജർമ്മൻ ടീംസ്, ജർമ്മൻ പട്ടാളക്കാർ കുറച്ചധികമായിട്ട് ആ ഭാഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് യാതൊരു പിടുത്തവുമില്ല. കാടും അതിന്റെ ഇരുട്ടും അതിലെ ആ അദൃശ്യ ശക്തികളും പോരാത്തതിന് ഇനി ജർമ്മൻ പട്ടാളക്കാർ കൂടെ. വേറൊരു കാര്യമുണ്ട്, ഈ നാസികളുണ്ടല്ലോ, ഹിറ്റ്ലറുടെ കീഴിലുള്ള പട്ടാളക്കാർ, അവരെക്കാൾ ഭേദം എന്തായാലും ഈ പ്രേതങ്ങൾ തന്നെയായിരിക്കും. അങ്ങനെ രാത്രിയായി എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ കഴിക്കുന്ന ഭക്ഷണം ഒരുമാതിരി പുഴുവിനെ പോലെ ഇവർക്ക് തോന്നിയിട്ട് ആരും ഇത് കഴിക്കുന്നില്ല. ഭക്ഷണം മുഴുവൻ
മുഴുവൻ വലിച്ചെറിയാണ്. ഇതിനിടയിൽ ഇവരുടെ ലീഡറായിട്ടുള്ള സർജൻ ബ്രീവർ തന്നെ എന്തൊക്കെയോ പിച്ചും പിയും പറയാൻ തുടങ്ങുകയാണ്. ഒരു പ്രാന്തനെ പോലെ ബാക്കിയുള്ളവര് ഇയാൾക്ക് എന്താ കാര്യം ചോദിക്കുമ്പോൾ ബ്രീവറിന് പെട്ടെന്ന് ദേഷ്യം വരികയാണ്. കയ്യിലുണ്ടായിരുന്ന ഒരു ഗണ്ണ് വെച്ച് ഇവരെ തന്നെ വെടിവെക്കാൻ നോക്കുകയാണ്. ആ കൂട്ടത്തിൽ ഒരുത്തിനിപ്പോ പറയണം, ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, ഇവിടെ നിന്ന് ഇയാള് തന്നെ നമ്മളെ വെടിവെച്ച് കൊല്ലുമെന്നാ തോന്നുന്നത്. അതുകൊണ്ട് ഇവൻ ഒറ്റയ്ക്ക് കാട്ടിലേക്ക് ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. എന്നാൽ അത് ഭയങ്കര അബദ്ധമായി പോയി. കാട്ടിലേക്ക് പോയ ഇവനെ കൈയോടെ പൊക്കുകയാണ് ഒരു മന്ത്രവാദി. അവളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു പൊടി ഇവന്റെ മുഖത്തേക്ക് ഊതി കൊടുക്കുകയാണ്. അടുത്ത നിമിഷം തന്നെ ഇവനൊരു ഭീകര ജന്തുവായിട്ട് മാറുന്നുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞു. ഇപ്പോ ഇവരെല്ലാവരും നിൽക്കുന്ന ആ ഒരു ഭാഗത്ത് അതിന്റെ പല ഭാഗത്തായിട്ട് ട്രാപ്പും കാര്യങ്ങളൊക്കെ, അതായത് ഒരാൾ ഇങ്ങോട്ടേക്ക് കയറിയാൽ അത് ഇവർക്ക് അറിയാൻ പറ്റുന്ന രീതിയിൽ ഓരോ കാര്യങ്ങൾ സെറ്റ് ചെയ്തായിരുന്നു. ഇപ്പൊ ഇവർക്കൊരു കാര്യം മനസ്സിലായി, എന്തോ ഒന്ന് ഇവർ നിൽക്കുന്ന ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. എല്ലാവരും അലേർട്ടാവുകയാണ്. സംശയിച്ചതുപോലെ തന്നെ എന്തോ ഒരു മൃഗം ഇവരുടെ ഇടയിലേക്ക് പാഞ്ഞു വന്നോണ്ടിരിക്കുന്നുണ്ട്. വേഗം തന്നെ സർജൻ ബ്രീവർ ചാടി എഴുന്നേൽക്കുകയാണ്. ഇയാൾ നോക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ എന്തോ ഒന്ന് പാഞ്ഞു പോകുന്നുണ്ട്. അങ്ങോട്ടേക്ക് ഇയാൾ ചാടി വീഴാണ്. കയ്യിലൊരു കത്തി ഉണ്ടായിരുന്നു. ആ കത്തി വെച്ച് ഒരുപാട് തവണ അതിനെ കുത്തി കൊന്നുകളയാണ്. പിന്നെ വന്ന് നോക്കുമ്പോഴാണ് അതൊരു കാട്ടുപന്നിയാണെന്ന് മനസ്സിലായത്. എന്തായാലും ഒരു മൃഗത്തിനെ കിട്ടിയതല്ലേ. ഇവരെല്ലാവരും അതിന്റെ തൊലി പൊളിച്ച് അതിന്റെ ഇറച്ചി തന്നെ രാത്രി കഴിക്കുകയാണ്. എല്ലാവരും ഷെയർ ചെയ്ത് കഴിക്കുന്നുണ്ട്. എല്ലാവർക്കും നല്ല ഇഷ്ടമായി. ഈ കൂട്ടത്തിൽ ഒരു കഷ്ണം ആ ഒരു ജർമ്മൻകാരനും കൊടുക്കാൻ പോകുന്നുണ്ട്. എന്നാൽ എന്ത് തന്നെ ചെയ്തിട്ടും അവനത് കഴിക്കുന്നില്ല. അവൻ ഭയങ്കര ഭയത്തോട് കൂടിയിട്ട് ഇവരിങ്ങനെ ആ ഒരു തീയിൽ ചുട്ടെടുക്കുന്ന ആ ഒരു പന്നി അങ്ങനെ നോക്കാണ്. എന്താ കാര്യം വിചാരിച്ചിട്ട് സർജൻ ബ്രേവർ നോക്കുമ്പോൾ എന്റെ മക്കളെ ശരിക്കും ഞെട്ടിപ്പോയി എന്ന് പറയാലോ. അവിടെ ആ ഒരു കാട്ടുപന്നിയുടെ സ്ഥാനത്ത് ഇവരുടെ ടീമിൽ നിന്നും കുറച്ചു നേരം മുന്നേ ഒരാൾ കാട്ടിലേക്ക് പോയില്ലേ, അവനായിരുന്നു. ഇവനെ ആ കാട്ടുപന്നിയുടെ രൂപത്തിലാക്കിയതാണ്. ഈ കാര്യം കണ്ട് ഇവരൊക്കാകെ ഞെട്ടിത്തരിച്ച് ഛർദ്ദിക്കുകയാണ്. ഇപ്പോ ഇവരുടെ കൂട്ടത്തിൽ തന്നെ ഒരാളുടെ ഇറച്ചിയാണ് ഇത്രയും നേരം ഇവർ തിന്നോണ്ടിരുന്നത്. വല്ലാത്തൊരു അവസ്ഥ തന്നെ. എന്തായാലും ഇവരങ്ങനെ തരിച്ചു നിൽക്കുന്ന സമയത്ത് കാടിന്റെ പല ഭാഗത്തു നിന്നും ഒരുപാട് അമ്പുകൾ ഇവരുടെ നേർക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആർക്കൊക്കെ എന്തൊക്കെ സംഭവിച്ചെന്ന് യാതൊരു പിടുത്തവുമില്ല. പിറ്റേ ദിവസം രാവിലെ ആയിട്ട് നോക്കുമ്പോൾ ടീമിലെ പകുതി മുക്കാൽ ആൾക്കാരും മരണപ്പെട്ടിട്ടുണ്ട്. ഇവരുടെ ലീഡറായിട്ടുള്ള സർജൻ ബ്രീവറിനെ തന്നെ ഇപ്പൊ കാണാനുമില്ല. എല്ലാവരും ആകെ ഭയങ്കര ഒരു ഭയത്തിൽ നിൽക്കുന്ന സമയത്ത് ക്യാപ്റ്റൻ മോർഗൻ ഒരു കാര്യം പറയുന്നുണ്ട്. നമ്മൾ ഇനി ഭയന്ന് നിന്നിട്ടോ അല്ലെങ്കിൽ കാര്യങ്ങൾ ഒട്ടും മനസ്സിലാവാത്ത രീതിയിൽ മുന്നോട്ടേക്ക് പോയിട്ട് ഒരു കാര്യമില്ല. നമ്മൾ തിരിച്ച് ഫൈറ്റ് ചെയ്യണം. ലെറ്റ്സ് ഹണ്ട്. അവറ്റകള് വേട്ടക്കാരിയാണെങ്കിൽ അവറ്റകളെ നമ്മളും വേട്ടയാടണമെന്ന് പറയാണ്. എന്തായാലും ഇപ്പൊ ക്യാപ്റ്റൻ മോർഗന്റെ കൂടെ ബാക്കിയുള്ള പട്ടാളക്കാർ പോകുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ മേജർ ജോൺസൺ, ഇയാൾക്ക് ജർമ്മൻകാരുടെ ഒരു രഹസ്യമായിട്ടുള്ള റേഡിയോ സന്ദേശം കിട്ടിയെന്ന് പറഞ്ഞില്ലേ, അതിൽ ഒരുപാട് നമ്പേഴ്സ് ഉണ്ടായിരുന്നു. എന്നാൽ കൂടുതലായിട്ട് ഇവരെല്ലാവരും പരിശോധിച്ച സമയത്ത് ഒരു കാര്യം മനസ്സിലായി. ആ നമ്പർ വെറും നമ്പറല്ല, കോർഡിനേറ്റ്സ് ആണ്. ഏതൊരു സ്ഥലത്തിന്റെ ലൊക്കേഷനാണ് ആ ഒരു നമ്പർ. ആ ലൊക്കേഷൻ ഇപ്പോൾ ഇവർ കണ്ടുപിടിക്കാൻ നോക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ കാട്ടിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ക്യാപ്റ്റൻ മോർഗനും ബാക്കി അവശേഷിച്ച പട്ടാളക്കാരും. പെട്ടെന്ന് ഇവരുടെ മുന്നിലേക്ക് ഈ സർജൻ ബ്രീവർ വന്ന് നിൽക്കുകയാണ്. എന്നാൽ അയാളുടെ സംസാരത്തില് ഭാവത്തില് എല്ലാത്തിനും നല്ല മാറ്റമുണ്ട്. അത് മനസ്സിലാക്കിയ ഒരു പട്ടാളക്കാരൻ ഇയാളോട്, അതായത് സർജൻ ബ്രീവറിനോട് സമാധാനത്തിൽ സംസാരിച്ച് ഒരു ഇഞ്ചക്ഷനുമായിട്ട് അയാളുടെ അടുത്തേക്ക് ചെന്ന് ഒന്ന് മയക്കാന്ന് വിചാരിച്ചു പോവാണ്. എന്നാൽ പെട്ടെന്ന് ഈ വരുന്ന ആളെ വെടിവെച്ച് കൊല്ലുകയാണ്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ്. എന്തൊക്കെയാ സംഭവിക്കുന്നതെന്ന് പട്ടാളക്കാർക്ക് പോലും യാതൊരു പിടുത്തവുമില്ല. ഇതിനിടയിൽ ഒരു പ്രാന്തനെ പോലെ എല്ലാവരെയും ആക്രമിക്കാനായിട്ട് സർജൻ ബ്രീവർ വരികയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, തന്റെ കൂട്ടത്തിൽ ഒരാൾ മരിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ പോലും പറ്റാത്ത സർജൻ ബ്രീവറാണ് ഈ ഒരു കാര്യം ഇവിടെ വെച്ച് ചെയ്യുന്നത്. അതായത് ആ മന്ത്രവാദികളുടെ വശ്യത്തിൽ ഇവർ പെട്ടുപോയതാണ്. ഇവരല്ല, സർജൻ ബ്രേവർ തന്നെ. അപ്പൊ ആ ഒരു കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു പട്ടാളക്കാരൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ കാട്ടിലേക്ക് ഓടുകയാണ്. ഓടി രക്ഷപ്പെട്ട് ഒരു പൊത്തിന്റെ ഉള്ളിൽ പോയിട്ട് ഒളിക്കുന്നുണ്ട്. വേഗം തന്നെ ഭാര്യയുടെ ആ ഒരു ഫോട്ടോ എടുത്ത് അവസാനമായിട്ട് നിന്നെ കാണാൻ പറ്റാണ്ട് ഞാൻ മരിച്ചു പോകും എന്നിങ്ങനെ ഭയങ്കര വിഷമത്തിൽ ഈ ഒരു പട്ടാളക്കാരൻ ഇരിക്കുന്ന സമയത്ത് ആ പൊത്തിന്റെ പുറത്തു നിന്നും ആരൊരാള് അവനെ വിളിക്കാണ്. നോക്കുമ്പോൾ അവന്റെ ഭാര്യ തന്നെ. ഇവനാകെ ഞെട്ടിപ്പോയി. വേഗം പുറത്തേക്ക് വന്നിട്ട് ഞാൻ നിന്നെ കാണാതെ മരിച്ചു പോകുന്ന വിചാരിച്ചത്. എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷമായി എന്ന് പറഞ്ഞിട്ട് ഭാര്യയോട് അവനങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഇത് ആരാണ്? മന്ത്രവാദിയാണ്. വേഷം മാറി വന്ന് അവനെ വശീകരിക്കുകയാണ്. എന്നാൽ കുറച്ച് അകലെ ഉണ്ടായിരുന്ന രണ്ട് പട്ടാളക്കാർ ഈ ഒരു കാര്യം കാണുന്നുണ്ട്. അവർ വേഗം തന്നെ ആ ഒരു മന്ത്രവാദി ഷൂട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് വശ്യപ്പെട്ട് നിൽക്കുന്ന ഈ പട്ടാളക്കാരന്റെ അരയിലെ ഗ്രാനേഡ് മന്ത്രവാദി ഊരുകയാണ്. ഗ്രാനേഡ് പൊട്ടുന്നുണ്ട്. അവൻ അവിടെ വെച്ച് തന്നെ മരണപ്പെട്ടു പോവാണ്. ഇതേ സമയം തന്നെ ബാക്കിയുള്ള പട്ടാളക്കാർ ആ മന്ത്രവാദിയെ വെടിവെക്കാൻ നോക്കുമ്പോഴേക്കും അവൾ കാക്കയുടെ രൂപത്തിലേക്കായിട്ട് മാറിയിട്ട് എങ്ങോട്ടോ പറന്നു പോവാണ്. ഇപ്പൊ ബാക്കിയുള്ള കുറച്ച് പട്ടാളക്കാര് അവരിങ്ങനെ കാട്ടിലൂടെ നടക്കുമ്പോൾ വല്ലാത്തൊരു പുകയാണ്. വ്യക്തമായിട്ടൊന്നും കാണുന്നില്ല. അവ്യക്തമായിട്ട് കുറെ മരങ്ങളും എന്തൊക്കെയോ ചെടികൾ മാത്രം. ഇതിനിടയിൽ നിന്നും ആരൊരാൾ വന്നിട്ട് ഇവരുടെ കഴുത്തുകൾ അറുത്തു പോവാണ്. ആ മന്ത്രവാദികൾ തന്നെയാണ്. ഇതുപോലെ മറ്റൊരു ഭാഗത്ത് ക്യാപ്റ്റൻ മോർഗന്, ഇവനും എന്ത് ചെയ്യണമെന്നറിയാതെ മുന്നോട്ടേക്ക് അങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് ഇവന്റെ മുന്നിലേക്ക് സർജൻ ബ്രീവർ വന്നിട്ട് ചാടി വീണ് അവനെ കൊല്ലാൻ നോക്കുകയാണ്. പെട്ടെന്ന് ആയതുകൊണ്ട് തന്നെ ക്യാപ്റ്റൻ മോർഗൻ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. എന്നാൽ ഈ കാര്യം കണ്ടുകൊണ്ടിരുന്ന വേറൊരു പട്ടാളക്കാരൻ ഇവരുടെ ലീഡറായിട്ടുള്ള സർജൻ ബ്രീവറിനെ അവിടെ വെച്ച് കൊന്നുകളയാണ്. അതുകൊണ്ട് മാത്രം ക്യാപ്റ്റൻ മോർഗൻ രക്ഷപ്പെട്ടു എന്ന് പറയാം. ഇതേ സമയത്തിന് ക്യാപ്റ്റൻ മോർഗന് ഒരു കോള് വരുന്നുണ്ട്. വിളിക്കുന്നത് മേജർ ജോൺസൺ ആണ്. അതായത് അവനൊരു ലൊക്കേഷൻ, ഒരു കോർഡിനേഷൻ പറഞ്ഞു കൊടുക്കുകയാണ്. നേരെ അങ്ങോട്ടേക്ക് വിട്ടോന്ന് പറയാണ്. ആ ലക്ഷ്യസ്ഥാനത്തേക്ക് നിങ്ങൾക്ക് എത്തണമെങ്കിൽ തീർച്ചയായിട്ടും നേരെ പോയി എത്താൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ഡിഫറന്റ് ആയിട്ടുള്ള ഒരു സൂര്യ വെളിച്ചത്തിൽ അല്ലെങ്കിൽ അതിന്റെ ആ എനർജി ഉപയോഗിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോമ്പസ് ഉണ്ട്. അത് വെച്ച് ദിശ നോക്കി പോകാൻ വേണ്ടിയിട്ട് പ്രത്യേകം മേജർ ജോൺസൺ പറയുന്നുണ്ട്. മാത്രമല്ല ഇതിനുശേഷം മേജർ ജോൺസൺ ആയിട്ട് തന്നെ നേരെ കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഇപ്പൊ നമ്മുടെ ക്യാപ്റ്റൻ മോർഗൻ ആണെങ്കിൽ ആ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള കോമ്പസ് ഉപയോഗിക്കുകയാണ്. എന്നിട്ട് കറക്റ്റ്
ആയിട്ടുള്ള ആ ഒരു ദിശ വെച്ച് ഇവർ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. മാത്രമല്ല ഇവരിപ്പോൾ നിൽക്കുന്നത് എവിടെയാണ്? ഇന്നലെ ഇവർ കണ്ട ആ ഒരു വിൻമിൽ, ആ ഒരു വീടുണ്ടല്ലോ, അത് നിന്ന് അതേ പൊസിഷനിൽ തന്നെയാണ്. പക്ഷെ ആ ഒരു വീട് അവിടെ കാണാനില്ല. എന്തായാലും മുന്നോട്ടേക്ക് പോയപ്പോൾ ക്യാപ്റ്റൻ മോർഗന്റെ കൂടെ വന്ന പട്ടാളക്കാരന് പെട്ടെന്ന് മോർഗനെ കാണാൻ പറ്റുന്നില്ല. ഈ പട്ടാളക്കാരൻ ആകെ അമ്പരന്ന് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് കാണാതായ നമ്മുടെ ക്യാപ്റ്റൻ മോർഗൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അതായത് ഇവിടെ ഒരു ലെയർ ഉണ്ട്. ആ ലെയറിന്റെ ഉള്ളിലേക്ക് കടന്നു കഴിയുമ്പോഴാണ് മറ്റൊരാളെ കാണാൻ പറ്റാതാവുന്നത്. എന്തായാലും രണ്ടുപേരും കൂടെ ഒരുമിച്ച് ആ ലെയറിന്റെ ഉള്ളിലേക്ക് കയറുകയാണ്. എന്തായാലും കാണാതായ ആ വിൻമിൽ അവർക്കിപ്പോ കാണാൻ പറ്റുന്നുണ്ട്. അവര് നേരെ അതിന്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പതിയെ പതിയെ ആ ഒരു വീട്ടിന്റെ ഉള്ളിലേക്ക് വന്നു. അതിന്റെ ഉള്ളിലേക്ക് ഇവർ കയറി നോക്കുന്ന സമയത്ത് പഴയ ഒരുപാട് വസ്തുക്കൾ, അതിനിടയിൽ വെച്ച് ആ പഴയ ബുക്ക് ഉണ്ടല്ലോ അത് ഇവർക്ക് കിട്ടുകയാണ്. അതായത് ക്യാപ്റ്റൻ ജോൺസന് ഒരു ജർമ്മൻകാരന്റെ കയ്യിൽ നിന്ന് കിട്ടിയില്ലേ ആ പുസ്തകത്തിന്റെ 2ാം ഭാഗം. അത് വിശദമായിട്ട് ഇവർ നോക്കുന്ന സമയത്ത് ഇതൊക്കെ വായിക്കാൻ ക്യാപ്റ്റൻ മോർഗൻ അറിയായിരുന്നു. അതിലൊരു മരത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ മരത്തിന്റെ ചുവട്ടിലായിട്ട് ഒരുപാട് മനുഷ്യരുടെ രക്തം കൊണ്ടുപോയി ഒഴുക്കുകയാണെങ്കിൽ അതിന്റെ റിസൾട്ട് ആയിട്ട് ആ മരത്തിൽ ഒരു പ്രത്യേക തരം പുഷ്പം ഉണ്ടാവും. ആ പുഷ്പത്തിന്റെ നീര് ആരെങ്കിലും കുടിക്കുകയാണെങ്കിൽ ഒരുപാട് നാൾ യൗവനത്തോടെ, നല്ല ആരോഗ്യത്തോടെ, ഒരുപാട് ശക്തിയോടെ ജീവിക്കാൻ കഴിയും. സോ അതിനു വേണ്ടിയിട്ടാണ് ആ ദുർമന്ത്രവാദികൾ ഇവരുടെ കൂട്ടത്തിലെ പല ആൾക്കാരെയും കൊന്ന് അവരുടെ രക്തം ഊറ്റിയെടുത്ത് കൊണ്ടുപോകുന്നത്. എന്തിനാണ്? ആ മരത്തിന്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഈ കാര്യങ്ങളൊക്കെ ക്യാപ്റ്റൻ മോർഗൻ അങ്ങനെ മറ്റേ പട്ടാളക്കാരനോട് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നാൽ ഈ പട്ടാളക്കാരൻ ഇങ്ങനെയുള്ള ഈ വിഷയമൊക്കെ ഇപ്പോഴാണ് അറിയുന്നത്. മാത്രമല്ല കഴിഞ്ഞ 10 വർഷത്തിന് മുകളിലായിട്ട് മേജർ ജോൺസൺ ഈ ഒരു 2ാമത്തെ പുസ്തകം തേടി നടക്കുകയാണ്. അതായത് ഹിറ്റ്ലറും അവന്റെ ആൾക്കാരും ഒരിക്കലും ഈ ഒരു പുസ്തകം കണ്ടുപിടിക്കാൻ പാടില്ല. അതിന് മുന്നേ ആയിട്ട് ഈ പുസ്തകം ഇവർക്ക് കിട്ടിയിരിക്കണം. സോ ഇവരുടെ യഥാർത്ഥ മിഷൻ ഈ പുസ്തകം കണ്ടുപിടിക്കലായിരുന്നു. എന്നാൽ ഇതിനെക്കുറിച്ച് ഒരു ധാരണയും സർജന്റ് ബ്രേവറിന്റെ ആ ഒരു പട്ടാളത്തിനും ബ്രേവർക്കും യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പട്ടാളക്കാരന് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. അപ്പൊ മനഃപൂർവ്വം നിങ്ങളെല്ലാവരും കൂടെ ഞങ്ങൾ അപകടത്തിലേക്ക് പറഞ്ഞു വിടുകയായിരുന്നല്ലേ, ഒരുത്തനെയും ഞാൻ വിടില്ലടാന്ന് പറഞ്ഞിട്ട് ദേഷ്യം വന്ന ആ ഒരു പട്ടാളക്കാരൻ ക്യാപ്റ്റൻ മോർഗനെ എടുത്തിട്ടടിക്കുകയാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പൂരം ഫൈറ്റ്. ഇതിനിടയിൽ അവർ നിൽക്കുന്ന ആ ഒരു സ്ഥലം ഉണ്ടല്ലോ അതിന്റെ അടിഭാഗം തകർന്ന് ഒരു നിലവറയിലേക്ക് ഇവർ വീഴുന്നുണ്ട്. തല്ലും പിടിയൊക്കെ നിർത്തുകയാണ്. കാരണം വ്യത്യസ്തമായിട്ടുള്ളൊരു സ്ഥലത്തിലേക്ക് തന്നെയാണ് ഇവർ വന്ന് വീണിരിക്കുന്നത്. അവിടെയാണെങ്കിലും ഒരുപാടധികം പട്ടാളക്കാരുടെ തലയോട്ടികളും എല്ലുകളും ഉണ്ടായിരുന്നു. അതായത് ആ മന്ത്രവാദികൾ അവർക്ക് ഈ പട്ടാളക്കാരുടെ രക്തം വേണമല്ലോ, അതിനുവേണ്ടി കൊന്നതാണ്. രക്തം എടുത്തതിന് ശേഷം ഇവിടെ കൊണ്ടുവന്നിടും. എന്തായാലും ഭയങ്കരമായിട്ട് ഭയപ്പെടുത്തുന്ന ഒരു കാഴ്ച തന്നെ. എന്നാൽ ഈ നിലവറ ഇവിടെയും കൊണ്ട് നിൽക്കുന്നില്ല. മുന്നോട്ടേക്ക് ഒരു ഗുഹ കാണുന്നുണ്ട്. ആ ഗുഹയിലൂടെ, വിചിത്രമായിട്ടുള്ള ഗുഹയാണ്, ഇതിലൂടെ ഇവർ മുന്നോട്ടേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ 2 പുസ്തകത്തിലും പറഞ്ഞിരിക്കുന്ന ആ മരം ഉണ്ടല്ലോ, 1000 വർഷങ്ങൾക്ക് മുന്നേ ഏതൊക്കെയോ ചില ആൾക്കാർ കണ്ടുപിടിച്ച ആ ഒരു മരം, അതിനിപ്പോ ഇവര് നേരിട്ട് കാണുകയാണ്. വളരെ വിചിത്രമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരു മരം. അതിന്റെ ചുവട്ടിലേക്ക് ക്യാപ്റ്റൻ മോർഗൻ ചെന്ന് നോക്കുമ്പോൾ ഒരുപാട് ആൾക്കാരുടെ രക്തം അതിന്റെ അടിയിലായിട്ട് തളം കെട്ടിക്കിടുകയാണ്. മാത്രമല്ല കുറച്ച് അപ്പുറത്തായിട്ട് ഒരു പെട്ടിയുണ്ട്. ആ പെട്ടിയുടെ ഉള്ളിലായിട്ട് ഒരു സ്ത്രീയും. പതിയെ ആയുധം എടുത്തുകൊണ്ട് ക്യാപ്റ്റൻ മോർഗൻ അതിന്റെ അടുത്തേക്ക് ചെന്ന സമയത്ത് ഇവരുടെ ടീമിൽ ആ ഒരു റക്കർ ഉണ്ടല്ലോ, ദേഹം മുഴുവൻ ഒരുമാതിരി ഒരു ഭൂതത്തിന്റേതുപോലെയായിട്ട് അങ്ങോട്ടേക്ക് വന്നിട്ട് പറയാണ് അവളെ തൊട്ടുപോകരുത്, തൊട്ടാൽ കൊന്നുകളയെന്ന് പറയാണ്. അധികം വൈകാതെ ഈ മന്ത്രവാദികളുടെ രാജ്ഞി വരാൻ പോകുന്നുണ്ട്. അവള് വന്നിട്ട് തീരുമാനിക്കും നിങ്ങൾ എന്ത് ചെയ്യണമെന്ന്. എന്നിട്ട് ഒരൊറ്റ അടി കൊടുക്കാണ്, രണ്ടുപേരുടെയും ബോധം പോയി. ഇതിനുശേഷം ഇവർ രണ്ടുപേരെയും ഒരു ജയിൽ പോലത്തെ ഒരു സ്ഥലമുണ്ട് അവിടെ കൊണ്ടുപോയി പൂട്ടിയിടുകയാണ് ഈ റക്കർ. അങ്ങനെ റക്കർ കാത്തിരിക്കുകയാണ്. ആ 2 മന്ത്രവാദികൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അവർ കൊണ്ടുവന്ന ആ രക്തം ഉണ്ടല്ലോ ഈ മരത്തിന്റെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഒരു വല്ലാത്ത എനർജി ഈ മരത്തിന് കിട്ടുകയാണ്. വാടിക്കെടുക്കുന്ന ആ മരത്തിന്റെ പൂക്കൾ പലതും അങ്ങനെ പുഷ്പിക്കാൻ തുടങ്ങുകയാണ്. അതിൽ നിന്നും നല്ലൊരു പൂ പറിച്ച് അതിന്റെ ആ ഒരു നീര് ഇപ്പൊ ചത്ത് കിടക്കുന്ന ആ ഒരു മന്ത്രവാദി ഉണ്ടല്ലോ അവളുടെ ആ ഒരു വായിലേക്ക് ആക്കി കൊടുക്കുകയാണ്. ശരിക്കും രക്തം പോലെ തന്നെയുള്ള ഒരു നീര്. അത് വായിലേക്ക് കിട്ടിയതും അവൾക്ക് അവളുടെ ആ ഒരു ജീവൻ, എനർജി, ആരോഗ്യം എല്ലാം തിരിച്ചു കിട്ടുകയാണ്. ഇനി അടുത്തതായിട്ട് ജയിലിലിട്ടായിരിക്കുന്ന നമ്മുടെ ക്യാപ്റ്റൻ മോർഗൻ പിന്നെ മറ്റേ ഒരു പട്ടാളക്കാരൻ, അവരുടെ രക്തം വേണ്ടത്. അപ്പൊ അവനെ പിടിച്ചുകൊണ്ടുവരാൻ വേണ്ടി റക്കറിനോട് പറയാണ്. ഇപ്പൊ ഓൾറെഡി ക്യാപ്റ്റൻ മോർഗനും മറ്റേ പട്ടാളക്കാരനും ബോധം വന്നിരുന്നു. ഇവർക്കറിയാം ഇവരെന്തായാലും മന്ത്രവാദികൾ ബലി കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ ആ ഒരു കെട്ട് പയ്യെ അഴിച്ചിട്ടുണ്ടായിരുന്നു. റക്കർ വന്നപ്പോൾ പെട്ടെന്ന് തന്നെ അവൻ ആക്രമിക്കുകയാണ്. എന്നാൽ ഈ കാര്യം മനസ്സിലാക്കിയ ഇപ്പൊ എഴുന്നേറ്റ് ആ ഒരു മന്ത്രവാദി ഉണ്ടല്ലോ, നല്ല ആരോഗ്യമുണ്ട്, ഇവര് വെറുതെ വിടുവോ? ക്യാപ്റ്റൻ മോർഗനെയും മറ്റേ ആ ഒരു പട്ടാളക്കാരെയും അടിച്ചു വലിച്ച് ആ ഒരു മരത്തിന്റെ ചുവട്ടിൽ കൊണ്ടുവന്നിടുകയാണ്. അപ്പൊ തന്നെ ക്യാപ്റ്റൻ മോർഗൻ അല്ലാത്ത മറ്റേ പട്ടാളക്കാരുണ്ടല്ലോ ഇവന്റെ കഴുത്ത് ആ മരത്തിന്റെ ചുവട്ടിൽ വെച്ച് അറുത്ത് അവന്റെ രക്തം അതിന്റെ ചുവട്ടിലാക്കുകയാണ്. ഇനി അടുത്തത് ക്യാപ്റ്റൻ മോർഗൻ. എന്നാൽ ഇത് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഈ ലൊക്കേഷൻ, ഈ സ്ഥലം കണ്ടുപിടിച്ച മേജർ ജോൺസൺ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഈ 3 മന്ത്രവാദികൾക്ക് നേരെ ഷൂട്ട് ചെയ്യാണ്. അടുത്ത നിമിഷം തന്നെ ഇവറ്റകൾ ഒരു കാക്കയെ പോലെ ആയിട്ട് മാറിയിട്ട് അവിടുന്ന് പറന്നു പോവാണ്. വേഗം തന്നെ ക്യാപ്റ്റൻ മോർഗനെ രക്ഷപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല ആ ഒരു മരത്തിൽ നിന്നും 2 പൂക്കൾ മാത്രം മേജർ ജോൺസൺ പറിക്കുകയാണ്. എന്നിട്ട് ഒരു വിളക്ക് വെച്ച് പൂർണ്ണമായിട്ടും ആ ഒരു മരത്തിനെ കത്തിച്ച് നശിപ്പിച്ച് കളയുന്നുണ്ട്. ഇതിനുശേഷം ഈ ഒരു കോട്ട വിട്ട് ഇവർ രണ്ടുപേരും, ക്യാപ്റ്റൻ മോർഗനും മേജർ ജോൺസണും, രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങുക. ഇവിടുന്ന് രക്ഷപ്പെട്ട് പോകാൻ നോക്കുകയാണ്. എന്നാൽ ആ മന്ത്രവാദികൾ ഇവരെ വെറുതെ വിടുവോ? അതുപോലെ തന്നെ ആ ഒരു മരം നിന്ന് കത്തുന്നത് അവർക്ക് നോക്കി നിൽക്കാൻ പറ്റുമോ? ഇവർ വേഗം കാക്കരൂപത്തിൽ നിന്ന് മന്ത്രവാദിയായി മാറി ഇതിന്റെ അടിയിൽ കിടക്കുന്ന ആ ഒരു രക്തം ഉണ്ടല്ലോ അതിനെ പൊന്തിച്ചിട്ട് ഈ മരത്തിൽ ആ ഒരു തീയും കാര്യങ്ങളൊക്കെ കെടുത്തി കളയാണ്. എന്നിട്ട് നമ്മുടെ ക്യാപ്റ്റൻ മോർഗനെയും ജോൺസനെയും പിടിക്കാനായിട്ട് ഇവൾമാര് പിറകാലെ വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ജോൺസൺ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന 2 മാസ്ക് എടുക്കുകയാണ്. ഒരെണ്ണം മോർഗനും കൊടുക്കുകയാണ്, ഒരെണ്ണം ജോൺസനും ഇടുകയാണ്. മാത്രമല്ല ഇവരുടെ കയ്യിൽ ബോധം കെടുത്തുന്ന നല്ല
ഭയങ്കരമായിട്ടുള്ള വിഷപ്പുകയൊക്കെ വരുന്ന ഒരു ഗ്രാനേഡ് ഉണ്ടായിരുന്നു. അത് അവിടെ വെച്ച് പൊട്ടിക്കുകയാണ്. ഇവർക്ക് ഓൾറെഡി മാസ്ക് ഉള്ളത് കൊണ്ട് ഒരു കുഴപ്പമില്ല. എന്തായാലും മന്ത്രവാദികൾ ഇതിന്റെ ഇടയിൽ വന്നിട്ടുണ്ട്. എന്തായാലും ഈ ഒരു പുകയുടെ ഇടയിൽ വെച്ചിട്ട് മന്ത്രവാദികളും ക്യാപ്റ്റൻ മോർഗനും ജോൺസണും തമ്മിൽ ഭയങ്കരമായിട്ടുള്ള ഫൈറ്റ് നടക്കുകയാണ്. ഒരു ഘട്ടത്തിൽ ക്യാപ്റ്റൻ മോർഗനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് മേജർ ജോൺസൺ അദ്ദേഹത്തിന്റെ ജീവൻ തന്നെ കൊടുക്കുകയാണ്. 3 മന്ത്രവാദികളിൽ ഒരുത്തിയെ തീ വെച്ച് കൊല്ലുന്നുണ്ട്. മറ്റൊരാളെയും ഇതുപോലെ ആക്രമിക്കുകയാണ്. ഈ ഒരു ഗ്യാപ്പിന് ക്യാപ്റ്റൻ മോർഗനോട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ജോൺസൺ പറയാണ്. അവൻ പുറത്തേക്ക് ഇറങ്ങി ഓടി. അപ്പോഴേക്കും നോക്കുമ്പോൾ ആ ഒരു വലിയ കോട്ടയുണ്ടല്ലോ, അതിന് തീ പിടിച്ചു കഴിഞ്ഞു. അത് പൂർണ്ണമായിട്ട് നിന്ന് കത്തുകയാണ്. അതിന്റെ ഉള്ളിൽ വെച്ച് മേജർ ജോൺസണും ആ 3 മന്ത്രവാദികളും കത്തി എരിയുന്നുണ്ട്. എന്തായാലും ഈ മിഷന് വേണ്ടി ഇങ്ങോട്ടേക്ക് വന്ന ക്യാപ്റ്റൻ മോർഗൻ മാത്രം ഇപ്പൊ ജീവനോടെ ബാക്കിയായി. ആ ഒരു മാസ്ക് അവന്റെ മുഖത്ത് തന്നെ ഉണ്ട്. അത് ഇട്ടുകൊണ്ട് അവൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. കാട്ടിലൂടെ കുറെ നേരം മുന്നോട്ടേക്ക് പോയി കുറച്ചു കഴിഞ്ഞപ്പോൾ അവന്റെ ബോധം നഷ്ടമായിട്ട് അവൻ ആ ഒരു പുല്ലിൽ തന്നെ വീണ് കിടക്കുകയാണ്. ആ സമയത്താണ് അതിലൂടെ മേജർ ജോൺസൺ വാൺ ചെയ്ത നാസികളുടെ ആ ഒരു പട്ടാളക്കൂട്ടുണ്ടല്ലോ, അവന്മാർ അതിലൂടെ വരുന്നത്. ബോധം കെട്ട് കിടക്കുന്ന ക്യാപ്റ്റൻ മോർഗനെ ഇവർ കാണുന്നുണ്ട്. തീർന്ന് ചത്ത് എന്ന് തന്നെ പറയാം. കാരണം പ്രേതങ്ങളുടെ കയ്യിൽ പെട്ടാലും നാസികളുടെ കയ്യിൽ പെടാൻ പാടില്ല. എന്തായാലും വന്ന് വീണ് കിടക്കുന്ന മോർഗന്റെ ആ ഒരു ബാഗ് ഇവർ പരിശോധിച്ച് പോകുന്നുണ്ട്. അതിൽ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല. കുറെ കാക്കത്തോല്. അതുപോലെ ഈ വീണിരിക്കുന്ന ആള് മരിച്ചിട്ടില്ല, ശ്വാസം വിടുന്നുണ്ട്. വേഗം തന്നെ നാസികള് ആ ഹെൽമെറ്റ്, ആ ഒരു മുഖംമൂടി കേട്ടോ, അത് ഊരി നോക്കുമ്പോ ശരിക്കും അവരെല്ലാം ഞെട്ടിയത് നമ്മളാണ് ഞെട്ടിയത്. അത് ക്യാപ്റ്റൻ മോർഗൻ ആയിരുന്നില്ല, പകരം 3 മന്ത്രവാദികളിൽ ഒരാളായിരുന്നു അത്. അതിനർത്ഥം എന്താണ്? നേരത്തെ ക്യാപ്റ്റൻ മോർഗൻ രക്ഷപ്പെട്ടിട്ടില്ലായിരുന്നു. അവനും ആ ഒരു കോട്ട തീ പിടിച്ച സമയത്ത് അതിന്റെ ഉള്ളിൽ പെട്ടുപോയിട്ടുണ്ട്. എന്നാൽ എങ്ങനെയൊക്കെയോ ഒരു മന്ത്രവാദി അവന്റെ ആ ഒരു മാസ്ക്, വസ്ത്രം ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് അവിടുന്ന് രക്ഷപ്പെട്ടു. അവളാണ് ഈ കിടക്കുന്നത്. ആ മന്ത്രവാദിയാണ് ജർമ്മൻകാര് ഇപ്പൊ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഇത് കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുകയാണ്. അതായത് ഇത് ഇവിടെ കൊണ്ടൊന്നും തീരാൻ പോകുന്നില്ല. ഇത്രയും നേരം നമ്മുടെ ഈ ഒരു ടീമിന്റെ പിന്നാലെയാണ് ആ ഒരു മന്ത്രവാദി എങ്കിൽ ഇനി അവൾ പിടിക്കാൻ പോകുന്നത് ജർമ്മൻകാരുടെ ഈ ഒരു പടയെ തന്നെയാണ്. എന്തായാലും അവരുടെ നല്ല കാലം തുടങ്ങിയെന്ന് പറയാം. ഇത് കാണിച്ചുകൊണ്ടാണ് സിനിമ ഇവിടെ തീരുന്നത്. എന്തായാലും ഇങ്ങനെയുള്ള കഥകൾ നിങ്ങൾക്ക് ഇഷ്ടമാണോ? അഡ്വഞ്ചർ, ഹൊറർ, സൂപ്പർ നാച്ചുറൽ ഒക്കെ ആയിട്ടുള്ള എന്തായാലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് പറയണേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും നിങ്ങളൊന്ന് പറയണം. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുന്ന കാര്യം മറക്കാതിരിക്കുക. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കൂട്ടുകാർക്ക് നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.